ഞാൻ എംടെക് ഇൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഫോറൻസിക് ആണ്. ബിടെക് ഈസി ആയിരുന്നു. ഞാനിപ്പോൾ കേരള സ്റ്റേറ്റ് IT മിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കേരള പോലീസിന്റെ ഒഫീഷ്യൽ സൈബർ സെക്യൂരിറ്റി ട്രെയിനറും കൂടെയാണ് ഞാൻ. അവർക്ക് ഹാക്കിംഗ്, ഓസിൻ ഇങ്ങനെ ഡീറ്റെയിൽ എല്ലാം പഠിപ്പിക്കുന്ന കേരള പോലീസിന്റെയും ATSന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ട്രെയിനറും കൂടെയാണ്. സോ നമുക്ക് വളരെ വേഗത്തിൽ കാര്യങ്ങൾ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താന്ന് നമുക്ക് നോക്കാം. എന്റെ സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഓക്കെ. സോ ഞാൻ വർക്ക് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് IT മിഷനിലാണ്. സെർട്ട് കെ എന്നുള്ള ഒരു പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. സെർട്ട് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഹൈഫൺ ഒരു കെയും കൂടെ ഉണ്ട്. നിങ്ങൾ ഇനി സൈബർ സെക്യൂരിറ്റിയിൽ വരുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരായിരിക്കും സെർട്ട് എന്ന്, CERT, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ലോകത്ത് മുഴുവനും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഇഷ്യൂസ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ സെർട്ട് ആയിരിക്കും നോർമലി അവിടെ ഇടപെടുക. നമുക്കൊരു സെർട്ട് ഉണ്ട്, അതിന് സെർട്ട് ഇൻ എന്നാണ് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യ എന്ന് പറയും. നമ്മുടെ ഈ CERT.K എന്ന് പറയുന്നത് കേരളയുടെ ബ്രാഞ്ചാണ്. ഇനി നമുക്ക് തമിഴ്നാട് അങ്ങനെയുള്ള പല സ്റ്റേറ്റിലും അവർ രൂപീകരിച്ചിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ബോഡി ആയിട്ട് രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സെർട്ട് ഒരു മിഷന്റെ അണ്ടറിലാണ്, കേരള സ്റ്റേറ്റ് IT മിഷന്റെ അണ്ടറിലാണ് വരുന്നത്. സോ രണ്ടാമത് നമ്മുടെ കേരള സ്റ്റേറ്റ് IT മിഷനിൽ നമുക്കൊരു സേഫ് ടെക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത്. സേഫ് ടെക് ക്യാമ്പയിനിൽ നമുക്ക് സൈബർ ബുള്ളിങ്ങിനെതിരെയും ഓൺലൈൻ ഹരാസ്മെന്റിനെതിരെയും പ്രൈവസി ഡേറ്റ സെക്യൂരിറ്റി എങ്ങനെ ചെയ്യണമെന്നുള്ളതും സ്ക്രീൻ ടൈം മാനേജ്മെന്റ്, ഓൺലൈൻ പ്രഡേഷൻ ആൻഡ് ഗ്രൂമിംഗ്, റെസ്പോൺസിബിൾ കണ്ടന്റ് കൺസപ്ഷൻ, പാരന്റ് കൺട്രോൾ ആൻഡ് മോണിറ്ററിംഗ് ടൂൾസ്, ഗെയിമിംഗ് സെറ്റ്, ഇതിനെ പറ്റിയൊക്കെ നമ്മൾ സെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ സേഫ് ടെക് ക്യാമ്പയിന്റെ കൂടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സെഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കിനി ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി നമുക്ക് ഇമ്പോർട്ടന്റ് ആകുന്നത്? ആർക്കെങ്കിലും ആൻസർ ചെയ്യാവോ? വൈ സൈബർ സെക്യൂരിറ്റി ഈസ് ഇമ്പോർട്ടന്റ്? ഹാൻഡ് റൈസ് ചെയ്യേണ്ട, നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഇനി ഞാൻ ആരെങ്കിലും വിളിക്കണോ? പർട്ടിക്കുലർ ആയിട്ട് വിളിക്കണോ? സർ, ഇന്നത്തെ കാലത്ത് നമ്മള് ഡേറ്റ ഇന്റർനെറ്റ് പോലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള മീഡിയത്തിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഡേറ്റ എത്ര സെക്യൂർഡ് ആയിട്ട് നമ്മൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണോ, അത് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് സൈബർ സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ്. സൈബർ സെക്യൂരിറ്റി വൺ ഓഫ് ദി ആസ്പെക്ട് അത് തന്നെയാണ്, നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? എല്ലാ ഡേറ്റയാണല്ലേ. നമ്മുടെ അനിൽ അംബാനി പറഞ്ഞൊരു വേർഡ് ഉണ്ട്, 21ാം നൂറ്റാണ്ടിന്റെ ഓയിലാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വരും? എനിക്ക് ആൻസർ ചെയ്ത ആദിത്യയുടെ ഡീറ്റെയിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ ആദിത്യ, ഞാൻ പറഞ്ഞോട്ടെ? ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇപ്പം ആദിത്യയുടെ ബാങ്കിൽ എത്ര പണമുണ്ട് എന്ന് അറിയുന്ന ഡേറ്റ തൊട്ട്, ആദിത്യയുടെ FB ഇൻസ്റ്റാഗ്രാമിന്റെ പാസ്വേഡ് തൊട്ട്, ആദിത്യയുടെ മൊബൈലിലുള്ള ഡേറ്റ തൊട്ട്, ആ മൊബൈലിലുള്ള പാസ്വേഡ് എടുത്ത് എനിക്ക് പൈസ GPay എന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെ ഉള്ള കാര്യങ്ങൾ ആദിത്യയുടെ അനുമതി ഇല്ലാതെ ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് എന്തിൽ വരും? ഹാക്കിങ്ങിൽ വരും. സോ ഇത്തരം ഹാക്കേഴ്സിൽ നിന്ന് തടയാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സൈബർ സെക്യൂരിറ്റി വേണം. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മുടെ ഇന്ത്യയിൽ 2024 ഒരു അറ്റാക്ക് നടന്നു, ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു. എത്ര കോടി രൂപയാണ് നഷ്ടം വന്നതെന്ന് അറിയുമോ? എത്ര കോടി രൂപയാണ് മോഷണം പോയെന്ന് അറിയാമോ? ഇനി ഐഡിയ ആരെങ്കിലും പറയാവോ? ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ ആ ഒരു ചോദ്യത്തിന്? എന്താ ആർക്കും ആൻസർ ഇല്ല? സാർ, ഓഫ്ലൈൻ ആയിട്ടുള്ള ബാങ്ക് റോബറി ആണെങ്കിൽ നമ്മുടെ വിജയപുരം എന്നത് കർണാടകയിലുള്ള ഒരു ബാങ്ക് റോബറി ഉണ്ടായിട്ടുണ്ട്. അതെ, എത്ര രൂപയാണ് മോഷണം നടന്നത്? ഗോൾഡ്, പിന്നെ കുറച്ച് കറൻസിയും, ഒരു 5 lakhs അടുത്ത് കറൻസിയും, ഒരു 50 kg. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ബാങ്ക് കൊള്ള എത്രയാണെന്ന് അറിയോ? നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് സർ, യെസ് സർ. എത്ര രൂപയാ?
16,000 crores. crore rupees. അതായത് 2024 ഏപ്രിൽ നടന്നതാണ്. ഇപ്പൊ 1 വർഷം കഴിഞ്ഞു അല്ലെ നമുക്ക് ആ ഒരു അറ്റാക്ക് നടന്നിട്ട്. സോ സൈബർ സെക്യൂരിറ്റി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ഏകദേശം അതിന്റെ ഇമ്പോർട്ടന്റ് എന്താണെന്നും? കാരണം സൈബർ സെക്യൂരിറ്റി ഇല്ലാതെ നമുക്ക് ഇന്ന് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കാലം മാറിക്കഴിഞ്ഞു അല്ലെ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് ഇഷ്ടംപോലെ ബാങ്കുകൾ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിനെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാസ്റ്റ് ഒരു സൈബർ സെക്യൂരിറ്റി ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസറെ വിളിച്ചിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി ആർക്കെങ്കിലും എത്ര സാലറി അവർ ഓഫർ ചെയ്യുമെന്ന് അറിയാമോ? എനിക്കൊന്ന് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. 10 വർഷം എക്സ്പീരിയൻസ് അവർ ചോദിച്ചിരുന്നത്. 10-12 വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നത്. എത്ര അവർ കൊടുക്കാന്ന് പറഞ്ഞ സാലറി എന്ന് അറിയോ? എനി ഐഡിയ? ആരെങ്കിലും ഒരാളും കൂടെ പറയൂ. എനി ഐഡിയ? ദേവിശ്രീ, ഹലോ ദേവിശ്രീ, ആൻസർ പറയൂ. ഹലോ സർ, പറയൂ. എത്ര രൂപയാണ് നമ്മൾ സാലറി പറഞ്ഞിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഐഡിയ ഇല്ല? ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസറിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 മാസം മുമ്പ് വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ മാസം എൻഡ് ചെയ്തത്. എത്ര രൂപയാണെന്ന് അറിയോ അവർ കൊടുത്തിരുന്നത്? CRC-ലാ പറഞ്ഞത്, CTC-ലാ പറഞ്ഞിരുന്നത്? വേറെ ആരെങ്കിലും ഉണ്ടോ പറയാൻ? 1.8 CTC ആണ്. 1.8 CTC ആവുമ്പോൾ മന്ത്ലി നമുക്ക് എത്ര രൂപ വരും? എനി ഐഡിയ? ഒരു 15 lakhs അടുപ്പിച്ച് വരും. 15 ലക്ഷം രൂപയോളമാണ് സാലറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിളിച്ചത്. സോ അത് നല്ലൊരു സാലറി അല്ലേ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? കമോൺ, എല്ലാരും എന്താ ഭയങ്കര വീക്കായിട്ടിരിക്കുന്നേ? ബോറിംഗ് ആവുന്നുണ്ടോ സെഷൻ? കാരണം നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രമല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലാസ്റ്റ് വിളിച്ച ഇത് ചെക്ക് ചെയ്യുക, അവരുടെ സാലറി ചെക്ക് ചെയ്യുക. പിന്നെ വേറെ ബാങ്കുകളും വിളിക്കാറുണ്ട്. എന്തോ കേട്ടില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? ഓക്കെ. സോ നമുക്ക് ബാങ്ക് ഓഫ് ബറോഡ ഇപ്പം വിളിക്കുന്നുണ്ട്, പല ബാങ്കുകളും ഇപ്പം വിളിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഗവൺമെന്റ് ഓർഗനൈസേഷൻ വിളിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും സൈബർ സെക്യൂരിറ്റി ഇന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഈ സൈബർ സെക്യൂരിറ്റി ഇത്ര ഇമ്പോർട്ടന്റ് ആവാൻ ബൂമാവാനുള്ള കാരണം എന്താണെന്നറിയും? AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതോടുകൂടി പണ്ട് കോഡിങ് ചെയ്യാൻ പാടായിരുന്ന ആൾക്കാർക്ക് ഇന്ന് കോഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയായി. വളരെ വേഗത്തിൽ അവർക്ക് ഇന്ന് കോഡ് ചെയ്യാൻ പറ്റും. കോഡ് ചെയ്യാൻ മാത്രമല്ല, അവർക്കൊരു വൈറസ് ഉണ്ടാക്കണമെങ്കിൽ വളരെ ഈസിലി പറ്റും. നിങ്ങൾക്കൊരു വൈറസ് ഉണ്ടാക്കണം, നമുക്കൊരു വൈറസിന്റെ പേര് പറയാൻ പറ്റുക, കീലോഗർ എന്നൊക്കെ പറഞ്ഞൊരു വൈറസ് ഉണ്ട്. സോ ഒരു മാൽവെയർ ഉണ്ട്. ഈ മാൽവെയറിന്റെ സ്ക്രിപ്റ്റ് നമുക്ക് പണ്ടായിരുന്നു എവിടെ നിന്ന് എടുക്കുമായിരുന്നു? ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്തോ, ഏതെങ്കിലും എന്താ പറയുക സ്ക്രിപ്റ്റ് എവിടെയെങ്കിലും കിടക്കുന്ന ഫയലിൽ നിന്നൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ അതിനെ എടുക്കുക. പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യമില്ല. നമുക്ക് നല്ലൊരു എടുത്ത് ചോദിച്ചാൽ 7 നിമിഷങ്ങൾക്കുള്ളിൽ ആ കോഡ് ചെയ്തു തരും, ഇല്ലേ? എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ആദിത്യ, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ആ ഒരു കാര്യത്തില്? സാർ ഇപ്പൊ മോസ്റ്റ് ഓഫ് നമ്മൾ യൂസ് ചെയ്യുന്നതും അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ. എക്സാക്ട്ലി, ഇതായിരുന്നു ഞാൻ എന്റെ ചോദ്യത്തിലോട്ട് വന്നത്. ഞാൻ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ഇന്ന് ഏത് അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് റൂൾസ് നമുക്ക് വരുന്നുണ്ട്. യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിൽ റൂൾസ് വരാൻ പോകുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലും റൂൾസ് വരാൻ പോകുന്നുണ്ട്. അവിടെ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മളൊരു കീലോഗറിന്റെയോ ഒരു വൈറസിന്റെയോ ഡീറ്റെയിൽ ചോദിച്ചാൽ അവർ തരുമോ? ChatGPT തരുമോ? ഇല്ല, അതിന്റെ ഗൈഡ് ലൈനിന് എതിരാണെന്ന് ഒരു മെസ്സേജ് ആയിരിക്കും തരുന്നത്. എക്സാക്ട്ലി, എന്റെ ഗൈഡ് ലൈൻസിനെതിരാണ്, നമുക്ക് എനിക്ക് തരാൻ പറ്റത്തില്ല. നമുക്ക് വൈഫൈ ഹാക്ക് ചെയ്യണം, അപ്പുറത്തെ വീട്ടിലെ വൈഫൈ ഹാക്ക് ചെയ്യണം, തരുമോ? ഇല്ല, ഡീറ്റെയിൽ തരത്തില്ല അവര്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന AIs എന്താണ്? നമ്മൾ ഇവിടെയാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. നോർമലി നിങ്ങൾ ഈ സെഷന് മുമ്പ് വരെ ചിന്തിച്ചിരുന്നത് നമ്മുടെ ChatGPT അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് Copilot, പിന്നെ ഏതൊക്കെയുള്ള നമുക്ക് ജെമിനി, ഇവരൊക്കെ നോർമൽ ആയിട്ടുള്ള തിങ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ ഹാക്കേഴ്സിന്റെ കയ്യിലുള്ള GPTs എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. അതിൽ വൺ ഓഫ് ദി GPTs ആണ് വൈറ്റ് റാബിറ്റ് നിയോ. അതല്ല എങ്കിൽ
ടെസ്റ്റ് GPT എന്ന് പറയുന്ന ഒരു GPT ഉണ്ട്. ഇതും അല്ലെങ്കിൽ പിന്നെ പലയിടത്തും വേറെ കുറെ GPTs ഉണ്ട്. ഈ 2 GPTs ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് വിത്തൗട്ട് എനി ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഏതിന്റെ വേണമോ ആന്റിവൈറസ് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചോളാം കേട്ടോ. സോ ഏതിന്റെ വേണമോ നോട്ട്സോ ഡീറ്റെയിലോ നിങ്ങൾക്ക് അത് തരും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതണം. ആ സ്ക്രിപ്റ്റ് ഇപ്പൊ അപ്പുറത്തിരിക്കുന്ന ആളുടെ ലാപ്ടോപ്പ് ഓഫ് ആകുന്ന സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അത് തരും. അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളുടെ വൈഫൈ ഹാക്ക് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗിവ്. സോ ലിമിറ്റുകൾ ഇല്ലാതെ ഇത്തരം AI നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക് സ്ക്രിപ്റ്റ് ബഡീസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. സ്ക്രിപ്റ്റ് ബഡീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, MVD ഹാക്ക് ചെയ്യപ്പെട്ടു അല്ലെ. MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടുകയും അവരുടെ ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ പോവുകയും പല ആൾക്കാർക്കും ഒരു API കോഡ് വരികയും അതനുസരിച്ച് പലരുടെയും പൈസ സൈബർ സ്കാം വഴി പോവുകയും ചെയ്തു. ഇതിന്റെ ആളെ നമ്മൾ കേരള പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ ആളുടെ വയസ്സ് എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? എനി ഗസ്? എനിവൺ? സർ 17 വയസ്സുള്ള ഒരു പയ്യനല്ലേ? എക്സാക്ട്ലി 17 വയസ്സുള്ള ഒരു പയ്യനാണ്. 17-16 വയസ്സുള്ള ഒരു പയ്യനെയാണ് അത് അവർ പിടിച്ചത്. ആ പയ്യൻ ഫിനാൻഷ്യലി അത്ര ലോ ഉള്ള പയ്യനൊന്നും അല്ല. ഫിനാൻഷ്യലി ഈ സ്റ്റേബിൾ. അടുത്തുള്ള പയ്യൻ 20-21 വയസ്സുള്ള ആൾക്കാരാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അതിൽ ഒരാൾ 21 വയസ്സുള്ള പയ്യന്റെ ഫാദർ DYSP ഇൻ സൈബർ പോലീസ് ആയിരുന്നു. സോ ഇവരാരും പൈസയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ഇവർക്ക് ഇത്തരം ഹാക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മേ ബി നോളജ്, അവർക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഡീറ്റെയിൽ, ഇതിന്റെയൊക്കെ ബേസിൽ അവർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഡാമേജ് വരുന്നത് നോർമൽ ആൾക്കാർക്കാണ്. അത് AI വന്നതുകൊണ്ട് വന്ന ഒരു എന്താ പറയുക ഡിസ്അഡ്വാൻറ്റേജസിൽ ഒന്നാണ്. കാരണം അപ്പൊ എന്ത് സംഭവിച്ചു? സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിനെ, സൈബർ സെക്യൂരിറ്റിയിൽ ബന്ധപ്പെട്ട ആൾക്കാരുടെയും ജോബ് വളരെ വേഗത്തിൽ കൂടാൻ തുടങ്ങി. സോ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് എല്ലാ ഓർഗനൈസേഷനിലും. ഇപ്പൊ നമ്മുടെ CERT കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇൻ ഒരു പുതിയ റൂള് വന്നിട്ടുണ്ട്. എല്ലാ ഓർഗനൈസേഷനും IT ഇൻഫ്രാ ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാ വർഷവും നമ്മൾ MCOM പഠിച്ച ആൾക്കാരൊക്കെ ഏതെങ്കിലും അവരുടെ ഫിനാൻഷ്യൽ ടാലി ചെയ്ത് നോക്കാറില്ലേ? എമൗണ്ട്, ലാഭവും നഷ്ടവും ഒക്കെ ടാലി ചെയ്ത് നോക്കാറില്ലേ? അതേപോലെ നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിൽ ഓഡിറ്റ്സ് ഉണ്ട്. ഓഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. വെബ് ഓഡിറ്റ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഓഡിറ്റ് ഉണ്ട്, പിന്നെ സൈബർ സെക്യൂരിറ്റിയിൽ ഇൻഫ്രാ ഓഡിറ്റ് ഉണ്ട്. ഇൻഫ്രാ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പലരും ഞാൻ കാതൽ എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. കണ്ടിട്ടുണ്ടോ എല്ലാവരും ഞാൻ കാതലൻ? ഞാൻ സിനിമയുടെ പ്രൊമോഷൻ അല്ല പറയുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ ഇറങ്ങിയ ഒരു എന്താ പറയാ കുറച്ചുകൂടി റിയാലിറ്റിയുമായിട്ട് ഒത്തു നിൽക്കുന്ന ഒരു സൈബർ സെക്യൂരിറ്റി ക്രൈം ത്രില്ലർ മൂവിയാണ് ഈ ഞാൻ കാതൽ എന്ന് പറയുന്ന മൂവി. സോ ഈ മൂവിക്കകത്ത് ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷനകത്ത് ഒരു പയ്യൻ കയറുന്നതും അതിനകത്തുള്ള റൗട്ടറിന്റെ IP അഡ്രസ് എടുത്തിട്ട് അവൻ ഹാക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ കാണിച്ചിട്ടുണ്ട്. സോ ഇതിനെ എങ്ങനെ തടയാം എന്ന് വെച്ചാൽ നമുക്ക് തടയാൻ പറ്റും. അതിനാണ് നമ്മൾ IT ഇൻഫ്രാ ഓഡിറ്റ് നടക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ പോയി നമ്മൾ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്, എന്തൊക്കെയാണ് അവിടുത്തെ ഗ്യാപ്സ് ഉള്ളത് എന്ന് നമ്മൾ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഗ്യാപ്പിനെ ഫൈൻഡ് ചെയ്യും. അതിന് ആ ഗ്യാപ്പ് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ചെയ്യും. അതനുസരിച്ച് ഓർഗനൈസേഷൻ ചെയ്യുകയും അവിടെ സൈബർ സെക്യൂരിറ്റി കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു? സ്ട്രോങ് ആവുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ IT ഇൻഫ്രാ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ IT വെബ് ഓഡിറ്റ് ആണെങ്കിലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങളുടെ കുട്ടികളാണ് കോളേജിൽ പഠിക്കുന്നുണ്ട്, കോളേജിന് ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഈ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് അതിന്റെ വൾണറബിലിറ്റി കണ്ടുപിടിച്ച് അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെല്ലാം ചേഞ്ചസ് വരുത്താൻ പറ്റും? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് തന്നെ മാറ്റാൻ പറ്റും അല്ലെ. റിസൾട്ട് മാറ്റി ഇടയ്ക്ക് UPSCയുടെ വെബ്സൈറ്റ് പോലും ഹാക്ക് ചെയ്യപ്പെട്ടു. സോ ഇത്തരം വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മൾ തന്നെ ആക്ച്വലി ഏതൊരു വെബ്സൈറ്റും നമ്മളുടെ സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ STC എന്ന് പറയും അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ ഹോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓഡിറ്റ് നടത്തും. ഇതിൽ എന്തെങ്കിലും ഗ്യാപ്സ് ഉണ്ടോ എന്ന് നോക്കും. ആ ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ അല്ലെങ്കിൽ SPCയിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. പണ്ടാണെങ്കിൽ നമുക്ക് ആർക്ക് വേണോ, ഒരു അമച്ചറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് യാതൊരു ഓഡിറ്റും ഇല്ലാതെ ജസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഡേറ്റാബേസ് ഹാക്ക് ചെയ്യപ്പെടുകയും ഫിനാൻഷ്യലി വളരെയധികം നഷ്ടം ആൾക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം? സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഇനി 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് പോകാം. ഇപ്പൊ ഞാനിപ്പം IT ഇൻഫ്രാ ഓഡിറ്റിന്റെ കാര്യം പറഞ്ഞു, വെബ് ഓഡിറ്റിന്റെ കാര്യം പറഞ്ഞു, ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ. നമ്മൾ ഗെയിമൊക്കെ കളിക്കത്തില്ല, ഇഷ്ടംപോലെ ഗെയിം കളിക്കുന്നവരായിരിക്കും അല്ലെ നമ്മൾ.
നോർമലി ഞാനും കളിക്കാറുണ്ട് കേട്ടോ. ഞാനൊരു ഭയങ്കര ഗെയിം ഫാനാണ്. സോ ഇത്തരം ഗെയിംസ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഗെയിം ഓഡിറ്റ് ചെയ്യപ്പെടും. ആപ്ലിക്കേഷൻ ഓഡിറ്റ് ചെയ്ത് എന്തെങ്കിലും വണ്ണബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് പല ഓർഗനൈസേഷനും അത്തരം ഡീറ്റെയിൽ അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരുടെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ iOS-ന്റെ ഇതിലോ ഇടുന്നത്. അപ്പൊ ഇത്തരം ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും സൈബർ സെക്യൂരിറ്റി പ്രോ ആക്റ്റീവ് ആണ്. അതായത് ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പാണ് നമ്മൾ ഇത്തരം മെഷേഴ്സ് എല്ലാം എടുക്കുന്നത്. സോ വെബ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലുള്ള അറ്റാക്ക് തടയാൻ പറ്റും. IT ഇൻഫ്ര ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഓഡിറ്റ് തടയാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് ചിലപ്പോൾ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ടല്ലേ. നമ്മൾ എത്രയൊക്കെ സേഫ്റ്റി മെഷർമെന്റ് എടുത്തു കഴിഞ്ഞാലും മേ ബി അറ്റാക്ക് വരാം. ഈ അറ്റാക്കിന് നമ്മളൊരു പേരിട്ട് വിളിക്കും, ഓമനെ പേരിട്ട് വിളിക്കും. അതെന്താണെന്നറിയോ ആർക്കെങ്കിലും? ഞാൻ എല്ലാ മെഷർമെന്റും എടുത്തിരുന്നു, ഞാൻ എല്ലാ സെക്യൂരിറ്റി ഇതും വെച്ചിരുന്നു, ഒരു ഗ്യാപ്പും എന്താ പറയാ ഫില്ല് ചെയ്യാതില്ല, എല്ലാ ഗ്യാപ്പും ഫില്ല് ചെയ്തു. ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് ആൻ അറ്റാക്ക്. ഈ അറ്റാക്കിന്റെ പേരെന്താണെന്നറിയോ? ഇത് ഇന്റർവ്യൂവിന് പല ഇന്റർവ്യൂവിന് ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി ഫോർ ഇന്റേൺസ്. ആർക്കെങ്കിലും പറയാവോ? ഇനി ഐഡിയ? റെജില കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേരാണ് സീറോ ഡേ അറ്റാക്ക് എന്ന് പറയും. സീറോ ഡേ അറ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കളിയാക്കി പറയും, കാല് നീട്ടാൻ അവളുടെ അവസരം തന്നില്ല, അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു, കള്ളം വന്ന് നമ്മൾ അടിച്ച് തട്ടിക്കൊട്ടിട്ട് പോയി എന്ന് പറയും. എക്സാക്ട്ലി ഇത് സീറോ ഡേ അറ്റാക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. സീറോ ഡേ വൾനറബിലിറ്റി എന്ന് നമ്മൾ ഇതിനെ നോർമലി പറയാറുണ്ട്. സോ ഇത്തരത്തിലുള്ള അറ്റാക്സ്, കാരണം ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെച്ചോളുക. കാരണം ഇന്റർവ്യൂവിന് ചോദിക്കും സീറോ ഡേ വൾനറബിലിറ്റി എന്നാണ്. പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ഡീറ്റെയിൽ പറയാം ചോദിക്കും. നമുക്ക് ലാസ്റ്റ് സെഷൻ കഴിയുമ്പോൾ അത്ര ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിലും കൂടെ ചോദിക്കാം. കാരണം കഴിഞ്ഞ സെക്ഷനിൽ ഉണ്ടായിരുന്ന 4 കുട്ടികൾ എന്നെ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, കോള് വിളിക്കുന്നുണ്ടായിരുന്നു. അതിൽ 4 പേരും പ്ലേസ് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പയ്യന് HR ബ്ലോക്കിൽ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ലൊരു പോസ്റ്റിങ്. ബാക്കി 3 പേർക്കും 2 പേർക്ക് ബാംഗ്ലൂരും, ബാക്കി ഒരു പയ്യന് ഇവിടെ തന്നെയാണ് ജോബ് കിട്ടിയത്. സോ നമുക്ക് നിങ്ങൾക്ക് ജോബ് കിട്ടുന്നവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്കിനി ബാക്കിയുള്ള 2-3 എന്തൊക്കെയാണ് നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ വേണ്ടെന്നുള്ള ഒരു ഡീറ്റെയിൽ കൂടെ നമുക്ക് നോക്കാം. അതിനുമുമ്പ് ഒറ്റ ചോദ്യം, നമ്മൾ ഏത് സൈബർ സെക്യൂരിറ്റി ഇന്റർവ്യൂവിന് പോയാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോർമലി എന്തായിരിക്കും നമ്മൾ ചോദിക്കുന്നത്? ഇൻട്രൊഡ്യൂസ് അബൌട്ട് യുവർ സെൽഫ്. അതൊരു കോമൺ ചോദ്യമാണ് അല്ലേ? സ്ലൈഡ് മാറുന്നുണ്ടല്ലോ എന്റെ? ഓക്കെ. സോ നമ്മൾ ഏതൊരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദ്യം എന്തായിരിക്കും? ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? 90% ഓഫ് തിങ്ങും ഡിസ്ക്രൈബ് അബൌട്ട് യുവർ സെൽഫ്, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്, ഇതൊക്കെ ആയിരിക്കും. നമ്മളെ പറ്റിയുള്ള 1-2 ഡീറ്റെയിൽ പറഞ്ഞ ശേഷം അടുത്ത ചോദ്യം എന്തായിരിക്കും? സൈബർ സെക്യൂരിറ്റിയിലാണെങ്കിൽ വാട്ട് യു മീൻ ബൈ സൈബർ സെക്യൂരിറ്റി എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? സോ അത് നമുക്ക് നല്ലൊരു എക്സാമ്പിൾ പറയണ്ടേ? അതിന്റെ ആൻസർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്ടിങ് കമ്പ്യൂട്ടർ സിസ്റ്റംസ്, നെറ്റ്വർക്ക്, ഡേറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ്, തെഫ്റ്റ് ഓർ ഡാമേജ്. ഇവിടെ അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞു, അതായത് ഒരാളുടെ അനുവാദമില്ലാതെ എനിക്ക് ഒരാളുടെ സിസ്റ്റത്തിൽ കയറാൻ പാടില്ല. ഇപ്പൊ DPDP 2023 ഒക്കെ നമുക്ക് വരുന്നുണ്ട്. സോ അത് പ്രകാരം നമുക്ക് ഒരാളുടെ ഫോട്ടോ പോലും എടുത്ത അനുമതി ഇല്ലാതെ ഇടാൻ പറ്റത്തില്ല. സോ സൈബർ സെക്യൂരിറ്റിയുടെ ഈ ഒരു കറക്റ്റ് ആൻസർ നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. ഏത് സമയത്തും ഏത് ടൈമിലും നിങ്ങൾക്ക് എന്തായിരിക്കും അത് ആവശ്യമായിട്ട് വരും. കാരണം പ്രാക്ടീസ് ഓഫ് പ്രൊട്ടക്ടിങ് നമ്മുടെ കമ്പ്യൂട്ടർ മാത്രമല്ല കേട്ടോ, നമ്മുടെ നെറ്റ്വർക്ക്സ് ഡിവൈസ് ഉണ്ട് അല്ലേ? നമുക്ക് നെറ്റ്വർക്ക് ഡിവൈസ് ഏതൊക്കെയാ വരിക? നമുക്ക് വൈഫൈ തരുന്ന ഒരു ഡിവൈസ് കാണും, വീട്ടിലാണെങ്കിൽ നമ്മുടെ റൗട്ടർ കാണും, നമ്മുടെ കോളേജിലാണെങ്കിൽ റൗട്ടർ അഥവാ ആക്സസ് പോയിന്റ് കാണും, അല്ലെങ്കിൽ ഒരു കേബിൾ കാണും, അല്ലെങ്കിൽ നമുക്കൊരു സ്വിച്ച് കാണും. ഇതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. നമുക്കൊരു എന്താ പറയാ സെർവർ കാണും, അല്ലെങ്കിൽ ഡേറ്റാബേസ് കാണും, ഇതിനെ നമുക്ക് ഗാർഡ് ചെയ്യണം. ഈ ഡേറ്റാബേസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ടോ നിങ്ങളുടെ ഡീറ്റെയിലോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ പറ്റത്തില്ല. സോ ഇതിനെയെല്ലാം ഒരു അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും മോഷണത്തിൽ നിന്നും തടയുന്നതിനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പ്രാക്ടീസിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിലോട്ട് വരാം. എന്താണ് ഒരു കമ്പനി ഫ്രഷറിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനി ഇപ്പൊ ഞാനൊരു കമ്പനി നടത്തുകയാണ്, എനിക്കൊരു 10 ഫ്രഷറിനെ വേണം. ഫ്രഷറിനെ എടുക്കുന്നതിന് കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഫ്രഷറിനെ എടുത്ത് കഴിയുമ്പോൾ അവർ നല്ല ആക്റ്റീവ് ആയിരിക്കും. അവർ നമുക്ക് വളരെ ഈസിലി അവരെ ട്രെയിൻ ചെയ്ത് നമ്മുടെ വർക്കിലോട്ട് എത്തിക്കാൻ പറ്റും. സോ ഒരു കമ്പനി നോക്കുന്നത് മെയിൻലി 5 കാര്യങ്ങളായിരിക്കും ഒരു കമ്പനി ഒരു ഫ്രഷറിൽ നോക്കുന്നത്. ഒന്ന്, സ്ട്രോങ് ഫൗണ്ടേഷൻ നോളജ്. നല്ല ബേസ് ഫൗണ്ടേഷൻ നോളജ് ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം നമുക്ക് ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കമ്പനികൾ ആൾക്കാരെ എടുക്കാറില്ല. പണ്ട് കുറച്ചുകൂടി എന്റെ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നെങ്കിൽ, ഐ തിങ്ക് 2016-17 ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുറെയൊക്കെ കാണാതെ പഠിച്ചിട്ട് പോയാൽ മതി. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയാ ഭയങ്കര ബോൾഡായിട്ടൊക്കെ 2-3 കള്ളത്തരമൊക്കെ കുറച്ച് ജോബ് കിട്ടും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്താണോ നിങ്ങൾ പഠിക്കുന്നത് ആ പഠിക്കുന്നതിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം.
ഫോർ എക്സാമ്പിൾ, നേരത്തെ ഞാനൊരു ചോദ്യം നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. വെബ് ഓഡിറ്റിംഗ് പറഞ്ഞു, IT ഇൻഫ്രാ ഓഡിറ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു, വലിയ വായിലെ സംഭവമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ എക്സാമിനും നിങ്ങളുടെ ഇന്റർവ്യൂവിന് ഇതന്നെ ചോദിക്കും, IT ഇൻഫ്രാ ഓഡിറ്റിംഗ് എന്താണ്? IT ഇൻഫ്രാ ഓഡിറ്റിംഗ് നിങ്ങൾ നോർമലി പറയും നെറ്റ്വർക്ക് ഡിവൈസ്, ഇൻപോയിന്റ് ഡിവൈസിലേക്ക് വൾണറബിലിറ്റി ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതാണ്. ഇത് നോർമലി 2015-14 ചോദിക്കാൻ പറ്റിയ ചോദ്യമായിരുന്നു. 2025 വന്നപ്പോൾ ഈ ചോദ്യം ഒന്ന് മാറി. ഇവർ ഈ ചോദ്യത്തിനൊപ്പം ചോദിച്ചിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഇതിനുപയോഗിക്കുന്ന ടൂൾസ് ഏതാണെന്ന് ചോദിക്കും. ഈ ടൂൾസ് കറക്റ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിയറി പാർട്ട് അറിയാം, ബട്ട് യു ഡോണ്ട് നോ അബൌട്ട് ദി പ്രാക്ടിക്കൽ എന്നൊരു മെന്റാലിറ്റി ഇന്റർവ്യൂവിന് വരും. സോ നിങ്ങൾ ഇപ്പൊ എന്ത് പഠിച്ചാലും, നിങ്ങളിപ്പോ സൈബർ സെക്യൂരിറ്റി ഞാൻ 2 കാര്യം പറഞ്ഞു, പ്രോ ആക്റ്റീവും പ്രോ റിയാക്റ്റീവും. പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് വെബ് ഓഡിറ്റിംഗ് ഡീറ്റെയിൽ എല്ലാം വന്നിട്ടുണ്ട്. അതായത് നമുക്കൊരു അറ്റാക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി പ്രോ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാലോ, ഒരു അറ്റാക്ക് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ പ്രോ റിയാക്റ്റീവ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ സൈബർ സെക്യൂരിറ്റിയിൽ വീണ്ടും 2 ടേംസ് നമ്മൾ കേൾക്കാൻ ഇടയുണ്ട്. അഗ്രസീവായിട്ട് ഉള്ള ഒരു ഡീറ്റെയിൽ ഉണ്ട്. അതായത് നമ്മൾ എന്താ പറയുന്നത്, ഒഫൻസീവ് എന്ന് പറയും. ഒഫൻസീവ്, ഓഫ്സെക് എന്നൊക്കെ പറയുന്ന പോലെ ഒഫൻസീവ് സെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. 2 ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റും ഉണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും റെഡ് ടീം, ബ്ലൂ ടീം എന്നൊക്കെ കേട്ടിട്ടില്ലേ? റെഡ് ടീം, ബ്ലൂ ടീം. ഇതിൽ റെഡ് ടീം എന്ന് പറയുന്നത് ഇപ്പൊ ഡേഞ്ചറിന്റെ ഭാഗമാണ് അല്ലെ. അവരെന്ന് പറയുന്നത് ഒഫൻസീവ് ആണ്. അവരൊരു വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്ത് നോക്കുക, പെൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക, കുറെ ടേംസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ അത് വഴിയെ പറഞ്ഞു തരാം. രണ്ടാമത് ഉള്ളത് ഡിഫൻസ് ടീം. ഈ ഡിഫൻസ് ടീമിലാണ് സോക്ക് ഉള്ളത്, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ, നമ്മൾ ഒണിയൻ സെർച്ച് എന്നൊക്കെ, ഒണിയൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, ഫയർവാൾ വരുന്നത്, നമ്മൾ കുറെ ഡീറ്റെയിൽ ഒക്കെ ഇതിനകത്താണ് വരുന്നത്. സോക്കും നല്ല സാലറി കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ നമുക്ക് സ്ട്രോങ് ഫൗണ്ടേഷൻ നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഇനി എന്ത് പേര് കേട്ടാലും, നിങ്ങൾ ഏതൊരു ഡീറ്റെയിൽ, ഇപ്പൊ വെബ് ഓഡിറ്റിംഗ് എന്ന് കേട്ടാലും, IT ഇൻഫ്രാ ഓഡിറ്റിംഗ് എന്ന് കേട്ടാലും, API ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ഓഡിറ്റിംഗ് എന്ന് കേട്ടാലും, ആപ്ലിക്കേഷൻ ഓഡിറ്റിംഗ് എന്ന് കേട്ടാലും നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ആ ഒരു ടേമിന് നേരെ ഉപയോഗിക്കുന്ന ടൂൾ എന്താണെന്ന് പഠിക്കണം. ആ ടൂൾ പഠിച്ചിട്ട് അതിന്റെ 1-2 സ്പെഷ്യലൈസേഷൻ പഠിക്കണം. അവസരം കിട്ടുന്നെങ്കിൽ അവസരം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ആ ടൂള് അനലൈസ് ചെയ്ത്, മിക്കതും ഫ്രീ ടൂൾസ് അവൈലബിൾ ആണ്, ആ ടൂള് അനലൈസ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ സൈബർ സെക്യൂരിറ്റിയിൽ വരാൻ പറ്റത്തുള്ളൂ. കാരണം ശരിക്ക് എന്താ പറയാ, ചലഞ്ചസ് ഉള്ള ഏരിയ ആണിത്. കമ്പനികൾ ഒരിക്കലും ബേസ് നോളജ് ഉള്ളവരെ എടുത്ത് ട്രെയിൻ ചെയ്യാൻ നോക്കത്തില്ല. നല്ല നോളജ് ഉള്ളവരെ മാത്രമേ കമ്പനി എടുക്കത്തുള്ളൂ. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന സാലറി അത്രയും വലുതാണ്. ഒരു കമ്പനി സ്കിൽ സെറ്റ് ഇല്ലാതെ എടുക്കത്തില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിൽ പലർക്കും കാനഡ, യൂറോപ്പ്, അമേരിക്കയിലോട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉള്ള ആൾക്കാർ കാണും അല്ലെ? മിക്ക ആൾക്കാർക്കും ഇല്ലേ? ആരും ആൻസർ പോലും പറയുന്നില്ല. എല്ലാരും ലിസണിങ് അല്ലേ? ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ. നമുക്ക് കാനഡയിലൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമുള്ളവർ കാണും. അപ്പൊ കാനഡയിലോട്ട് പോകാൻ ഇന്ന് പെർമനന്റ് റെസിഡൻസിന് വേണ്ടിയിട്ട് പല എക്സ്പ്രസ് എൻട്രി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അവരുടെ ഏറ്റവും എപ്പോഴും കാണുന്ന ഒരു ജോബ് ലിസ്റ്റ് ആണ് സൈബർ സെക്യൂരിറ്റി എന്നുള്ളത്. ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും അവർ സൈബർ സെക്യൂരിറ്റി മിക്ക സ്ഥലങ്ങളിലും വെക്കാറുണ്ട്. കാരണം ആൾക്കാർ അവൈലബിൾ അല്ല. പലപ്പോഴും LMI എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് ടാക്സ് എന്ന് പറയും. ഇതും അവർ ഏറ്റവും കൂടുതൽ ഇന്ന് കൊടുക്കുന്നത് സൈബർ സെക്യൂരിറ്റി ഫീൽഡിലോട്ടാണ്. ആൾക്കാർ അത്രയ്ക്ക് അൺഅവൈലബിൾ ആണ് പല സ്ഥലങ്ങളിലും. കിട്ടുന്നവർക്കെല്ലാം നല്ല സാലറി കിട്ടുന്നു. സോ നമ്മൾ നമ്മുടെ നോളജും ഡീറ്റെയിലും അതനുസരിച്ച് അപ്പാക്കി വെക്കണം. സോ സ്ട്രോങ് ഫൗണ്ടേഷൻ നോളജ് ആണ് 1 തിങ്. 2 സെക്യൂരിറ്റി മൈൻഡ് സെറ്റ്. എന്താണ് ഈ സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്? സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് ഉള്ളവരാണ് നമ്മൾ കൂടുതൽ, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മലയാളി പെൺകുട്ടികൾ. ഞാനൊരു കമന്റ് പറയാണ്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സൈബർ സെക്യൂരിറ്റി എന്താ പറയാ ഹാക്കേഴ്സ് എന്ന് പറയുന്ന ലേഡീസ് ആണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അവരുടെ പല മീറ്റിങ്ങിന് പോകുമ്പോഴും പലരും പറയാറുണ്ട് അവരുടെ സൈബർ സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് നല്ലതാണെന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവര് എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും റൂം കതവ് പൂട്ടുക, താക്കോൽ സൂക്ഷിച്ചു വെക്കുക, വണ്ടിയുടെ വാതിൽ കറക്റ്റ് അടയ്ക്കുക, എല്ലാം ഗാർഡഡ് ആണോ പൊട്ടഡ് ആണോ നോക്കും. കാരണം ഗ്യാപ്പ് ഹോൾസ് അവർ അങ്ങനെ ഇടാറില്ല. സോ വാട്ട് എവർ റീസൺ സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വെക്കുക. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും. അടുത്ത നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് ആൻഡ് അനലിറ്റിക്സ് സ്കിൽസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരും, സൈബർ സെക്യൂരിറ്റിയിലാകുമ്പോൾ പ്രോബ്ലംസ് ഇഷ്ടം പോലെ നമുക്ക് അനലൈസ് ചെയ്യും. നമുക്ക് ഒരാളുടെ വൈഫൈ ഹാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പെൻ ടെസ്റ്റിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ ഇല്ലെന്ന് അനലൈസ് ചെയ്യണം. ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആ ആളുടെ ഡേറ്റ നമുക്ക് എടുക്കാൻ പറ്റും, എന്തൊക്കെ ഗ്യാപ്പ് ആണ് മേ ബി ഒരു അറ്റാക്കർ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം എന്നുള്ള ഒരു അനലിറ്റിക് സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒപ്പം തന്നെ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തതെന്ന് പറഞ്ഞാൽ ഈഗർനെസ് ടു ലേൺ ആൻഡ് അഡാപ്റ്റ്. എന്താണ് ഈഗർനെസ് ടു ലേൺ എന്ന് പറയുന്നത്? പുതിയ ടെക്നോളജി വരും അല്ലെ,
നിങ്ങൾ എത്ര പേര് ഗിറ്റ്ഹബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്? ഗിറ്റ്ഹബ് റെപ്പോസിറ്ററീസ് ഉള്ള ആൾക്കാരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? എത്ര പേർക്കുണ്ട്? പറയാവോ? ഗിറ്റബ് എന്താന്ന് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടോ? എനിവൺ? ഓക്കെ, ഗിറ്റബ്. അപ്പം ഞാൻ അതും കൂടെ എന്താന്ന് പറയാം. രണ്ടുമൂന്ന് പേരില്ല, അറിയത്തില്ല എന്ന് പറഞ്ഞു. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം. സോ ഗിറ്റബ് എന്ന് പറയുന്നത് ഒരു റെപ്പോസിറ്ററി ആണ്. ഈ റെപ്പോസിറ്ററിയിൽ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് കാണും. ഇപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ സൈബർ പലർക്കും ഗിറ്റബ് ഉണ്ട്, ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. സോ ഈ റെപ്പോസിറ്ററിയിൽ നമുക്ക് ആപ്ലിക്കേഷൻസും ഡീറ്റെയിലും എല്ലാം എടുക്കുകയും അത് നമ്മുടെ എന്താ പറയാ ഗിറ്റ് ക്ലോൺ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ട് ലിനക്സിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈസിലി പറ്റും. ഇനി നിങ്ങൾ റെസ്യൂം ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം പല കുട്ടികളും എനിക്ക് റെസ്യൂമെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവർക്കൊരു മോഡൽ റെസ്യൂമെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളുടെ റെസ്യൂമയിൽ വെക്കേണ്ട സൈബർ സെക്യൂരിറ്റി ആണ് നിങ്ങളുടെ ഫീൽഡെങ്കിൽ നിങ്ങൾ വെക്കേണ്ട കുറെ കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയുടെ ID. ലിങ്ക്ഡിൻ വെക്കുന്ന പോലെ തന്നെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയുടെ IDയും കറക്റ്റ് വെക്കുക. അതായത് നല്ല സ്റ്റാൻഡേർഡ് പേര് വെക്കുക കേട്ടോ. ഇടയ്ക്ക് എനിക്ക് തന്ന ഒരു റെസ്യൂമെ ആയിരുന്നു, അപ്പൊ അതിന് ജോബ് കിട്ടി കേട്ടോ. ഇവിടെ ഈ സെഷനിൽ മുമ്പുള്ള ഒരു സെഷനിൽ UAE ജോബ് കിട്ടിയത്. അവന്റെ പേര് സാത്താനോ ഷെയ്ത്താനോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു, ഞാൻ കറക്റ്റ് റിമെമ്പർ ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള ഫാൻസി ഫണ്ണി പേരൊന്നും വെക്കേണ്ട. നല്ലൊരു നോർമൽ കോമൺ നെയിമായിട്ട് നമുക്ക് വെച്ച് ഗിറ്റ്ഹബ് ഡീറ്റെയിൽ കൊടുക്കാം. ട്രൈ ഹാക്ക് മീ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ID ഉണ്ടെങ്കിൽ അതും ID വെക്കാം. സോ ഇതൊക്കെ റിക്രൂട്ടറിന് നിങ്ങളുടെ അടുത്തുള്ള മതിപ്പ് കൂട്ടും. ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ജോബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിക്രൂട്ടർ ഇത് കാണുമ്പോൾ ഓക്കെ ഈ ആളിന് ബേസിക് ആയിട്ടുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ നോളജ് ഉണ്ടെന്നുള്ള കൺസെപ്റ്റ് വരും. അത് മാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് പഠിക്കാനുള്ള എന്താ പറയുക കേപ്പബിലിറ്റി വേണം. ഫോർ എക്സാമ്പിൾ ഇന്ന് സൈബർ സെക്യൂരിറ്റിയിൽ ഒരു ഏരിയ ഉണ്ട്, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഹൈയിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഏതാണെന്ന് പറയാവോ? ട്രെയിനേഴ്സിനെ അവൈലബിൾ അല്ല കേട്ടോ. ആ ഏരിയയിൽ നിന്ന് ട്രെയിനേഴ്സും അവൈലബിൾ അല്ല, കാരണം ആൾക്കാർ പഠിച്ചു വരുന്നതേ ഉള്ളൂ. AI ബന്ധപ്പെട്ട ഒരു സൈബർ സെക്യൂരിറ്റി ഏരിയ ആണ്. നല്ല സാലറി കിട്ടുന്നുണ്ട്. കാനഡയിലൊക്കെ ആണെങ്കിൽ എന്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ 12-11 CTC അവൈലബിൾ ആണ്. സ്കോർസ് ഓഫ് CTC അവൈലബിൾ ആണ്. ആ ഏരിയയുടെ പേര് പറയാവോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എനിവൺ ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ മതി, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാതെ പേര് പറഞ്ഞാലും മതി. GRC ആണോ? അല്ല സർ, ക്ലൗഡ് സെക്യൂരിറ്റിയാണ്. ക്ലൗഡ് സെക്യൂരിറ്റി അല്ല. ക്ലൗഡ് സെക്യൂരിറ്റി ഒക്കെ നമുക്ക് ആവശ്യമാണ്, പക്ഷെ അതും കഴിഞ്ഞ് നമ്മൾ പോയി. കാരണം ക്ലൗഡ് സെക്യൂരിറ്റിക്ക് ഒരു 2020-2022 വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. സോക്ക് പറഞ്ഞവരുണ്ട്, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ അല്ല. സോക്കിനെക്കാട്ടിയും നമുക്ക് ഒഫൻസീവിലാണ് കുറച്ചുകൂടി സാലറി ബേസ് കൂടുതൽ കിട്ടുന്നത്. LLM സെക്യൂരിറ്റി ഏകദേശം വന്നിട്ടുണ്ട്. അതായത് LLM സെക്യൂരിറ്റി കറക്റ്റ് അതിലോട്ട് വന്നു. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു ഏരിയ ആണ് MLSecOps, മെഷീൻ ലേണിംഗ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ്. കേട്ടിട്ടുണ്ടോ? MLSecOps ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്, നല്ല ഏരിയ ആണത്. ശരിക്കും സാലറി കിട്ടുന്ന ഏരിയ ആണ്. നിങ്ങൾക്ക് 2-3 വർഷമോ നല്ലൊരു ടെക്നോളജി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ വേഗം നിങ്ങൾക്ക് ആ ഏരിയയിലോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഇതാണ്, അതായത് ഞാൻ മറ്റത് പറഞ്ഞ് 10-15 CTC കിട്ടുമെങ്കിൽ ഒരു 5-6 CTC ഒക്കെ സാലറി കിട്ടാൻ പറ്റുന്ന വേറൊരു ഏരിയ ഉണ്ട്. അതെ, ഏതാണെന്ന് പറയാവോ? MLSecOpsന്റെ തൊട്ട് താഴെ നിൽക്കുന്ന അനീന എന്ന് പറയാം, വേണമെങ്കിൽ പറയാം. ഇനി ഐഡിയ? ദേവിശ്രീ പറഞ്ഞോ. ദേവിശ്രീയും മിച്ചുവും കൈപൊക്കിയിട്ടുണ്ട്. സോ ഓൾറെഡി ഒരാൾ ആൻസർ പറഞ്ഞു. ദ ആൻസർ ഈസ് DevSecOps, ഡെവലപ്മെന്റ് സെക്യൂരിറ്റി ഓപ്പറേഷൻ. ഈ DevSecOps എന്താണെന്ന് ഇത്ര പേർക്ക് അറിയാം? അത് ഞാൻ പറയണോ? DevSecOps എന്താണ്? DevSecOps പറയണോ? LLM-ഉം ഇതും ഡീറ്റെയിലും പറഞ്ഞു പോണോ? പറയണമെങ്കിൽ പറയാം, വേണമെന്നുണ്ടെങ്കിൽ ഒരു എസ് ഇട്ടാൽ മതി. 2-3 പേര് എസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ നമുക്കത് പറഞ്ഞു പോകാം. DevSecOps എന്താണ്? സോ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മള് ആ സിനിമ കണ്ടുല്ലോ, പിന്നെ അതിന്റെ പേര് വരിക ഞാൻ കാതലൻ. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂവർ നായകന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത്. എന്താണ് ആ ചോദ്യം? വാട്ട് യു മീൻ ബൈ SDLC, അല്ലെങ്കിൽ SDLCയുടെ സ്റ്റെപ്പ് പറയാണ്. SDLC എന്താണ്? SDLC എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. പണ്ട് കാലഘട്ടത്തിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണമായിരുന്നു. ഫോർ എക്സാമ്പിൾ എനിക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം, എന്റെ ഓർഗനൈസേഷനിൽ വരുന്ന വിസിറ്റേഴ്സിന്റെ ഡീറ്റെയിൽ എടുക്കണം. അപ്പൊ നമുക്ക് പേരെന്ത് കൊടുക്കാം?
VMS എന്ന് കൊടുക്കാം, വിസിറ്റർ മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള പേര് കൊടുക്കാം. ഇതെന്തായിരിക്കും ഈ സോഫ്റ്റ്വെയർ ചെയ്യുക? അതായത് അവിടെ വരുന്ന ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ പേര് എഴുതി വെക്കും, ID കാർഡ് എഴുതി വെക്കും, അവർക്ക് വേണമെങ്കിൽ ഒരു പാസ് കൊടുക്കാം, ആ രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഇത് XYZ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഞാൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തത്. സോ അവരാദ്യം ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തന്നു. ഞാനത് റൺ ചെയ്തു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്തൊരു ബഗ് ഉണ്ട്. ഞാൻ ഉടൻ തന്നെ കമ്പനിയെ വിളിച്ചു. കമ്പനി തിരിച്ചു വന്നു. അവർ ആ ബഗ് ഫിക്സ് ചെയ്തു. വീണ്ടും അത് റണ്ണിങ്ങിലായി, ഓപ്പറേഷനിലായി. വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും അതിലെന്തോ ബഗ് കണ്ടുപിടിച്ചു. ഓരോ തവണ ബഗ് കണ്ടുപിടിച്ച് വരും തോറും ഞാൻ കമ്പനി വിളിച്ചുകൊണ്ടിരിക്കുക. സോ ഇതെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതായത് ഞാൻ ഡെവലപ്മെന്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്ന ടീം ഉണ്ടെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യുന്ന ടീം വേറൊരു അറ്റത്തിരിക്കുന്നു, സെക്യൂരിറ്റി ടീം അത് വേറൊരു അറ്റത്തിരിക്കുന്നു. സോ ഇതിനെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു പുതിയ മെത്തഡോളജി കൊണ്ടുവന്നു. ആ മെത്തഡോളജിയുടെ പേരാണ് ഡെവോപ്സ് അല്ലെങ്കിൽ അജൈൽ മെത്തഡോളജി എന്ന് നമ്മൾ പറയും. അജൈൽ മെത്തഡോളജി പറ്റി കുറച്ചുകൂടി എന്താ പറയുക അഡ്വാൻസ്ഡ് ആണ് ഡെവോപ്സ് എന്ന് പറയുന്ന മെത്തഡോളജി. ഡെവോപ്സ് ആണ്, ഡെവ്സെക്കോപ്സ് അല്ല, ഡെവോപ്സ്. ഡെവലപ്മെന്റും ഓപ്പറേഷനും, അതായത് നമ്മുടെ ടെസ്റ്ററും ഉണ്ട് ഡെവലപ്പറും ഉണ്ട്. ടെസ്റ്റർ ബഗ് കണ്ടുപിടിക്കും, ഡെവലപ്പർ ഡെവലപ്പ് ചെയ്യും. സോ ഇവർ തമ്മിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും അല്ലെ. അതായത് രണ്ട് ടീമിലായിരിക്കും. നമ്മൾ സിനിമയിലെ കണ്ടിട്ടുണ്ടായിരിക്കും, IT മൂവീസ് കണ്ടെങ്കിൽ ഡെവലപ്പർ ഒരു സൈഡ്, ടെസ്റ്റർ ഒരു സൈഡിൽ. ടെസ്റ്ററിന് ഡെവലപ്പറിനെ ഇഷ്ടമില്ല, ഡെവലപ്പറിന് ടെസ്റ്റർ ഇഷ്ടമല്ല. ഇവർ രണ്ടൊരു ചായ കുടിക്കാൻ പോകുന്ന പോലും രണ്ട് ടീമായിട്ടായിരിക്കും പോകുന്നത്. സോ ഇതിന് രണ്ടിനെയും കൂടെ മാറ്റി ഇവർ ഒരേ ടൈമിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു മെത്തഡോളജി ഉണ്ട്, ഡെവോപ്സ് എന്ന് പറഞ്ഞത്. ഡെവലപ്മെന്റ് നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഒരു പൈപ്പ് ലൈൻ ഒക്കെ സെറ്റ് ചെയ്യും. CI/CD പൈപ്പ് ലൈൻ എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സോ സെഷൻ ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. നമുക്ക് KDISCന്റെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ സെഷൻ ഞാൻ ഹാൻഡിൽ ചെയ്ത് തരാം. ഡെവോപ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സോ ഡെവോപ്സ് നമുക്ക് ആ രീതിയിൽ എന്താ പറയുക, ഡെവലപ്മെന്റ് ഓപ്പറേഷൻ ഒരേ സമയം കൊണ്ടുപോകുന്ന ഒരു ടെക്നോളജിയാണ്. ഒപ്പം തന്നെ നമുക്ക് സെക്യൂരിറ്റിയും കൊണ്ടുപോകണ്ടേ. അപ്പൊ അവിടെയാണ് ഡെവലപ്മെന്റ് സെക് ഓപ്സ് എന്ന് പറഞ്ഞ ഡെവ്സെക് ഓപ്സ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി നമ്മൾ അവിടെ കൊണ്ടുവന്നത്. ഓക്കെ, ദേവിശ്രീ ചന്ദന ഓൾറെഡി കൈബുക്കിയിട്ടുണ്ട് സെഷനിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഡെഫിനറ്റ്ലി ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഡെവ്സെക് ഓപ്സ് സെക്യൂരിറ്റിയും കൂടെ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെന്റും സെക്യൂരിറ്റിയും ഓപ്പറേഷനും ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് നമുക്ക് പല ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇൻഫോസിസ്, UST, ഇവിടെയൊക്കെ ഡെവ്സെക് ഓപ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല സാലറി ബെനിഫിറ്റും എല്ലാ കമ്പനികൾ കൊടുക്കുന്നുമുണ്ട്. സോ എന്താ പറയാ, പുതിയ ടെക്നോളജി. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ഇപ്പൊ TCS 12,000 പേരോളം പിരിച്ചുവിട്ടു. എന്തുകൊണ്ടാണ് അവർ പിരിച്ചുവിട്ടത്? കാരണം പുതിയ ടെക്നോളജി പഠിക്കാൻ പലർക്കും താല്പര്യമില്ല. ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും AI വന്നപ്പോൾ നമ്മളെ ജോബ് എന്ത് ഈസിയായി അല്ലേ, വളരെ വേഗത്തിൽ നമുക്ക് ഈസിയായി. പല ആൾക്കാരും ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഡെവോപ്സിന്റെ ഒരു ഏകദേശം എനിക്ക് 1 മാസത്തോളം സമയം നിങ്ങൾ തരണം. 30 ദിവസത്തോളം ടൈം വേണം. 2-3 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഈസിലി ഇതേപോലെ തന്നെ നമുക്കത് പഠിച്ചു പോകാം. 2, ഈഗർനെസ്സും ലേണം. നമുക്ക് അഡാപ്റ്റേഷൻ, ഈ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ആളാണെന്ന് നമ്മൾ നോക്കും. ഇനി അടുത്തുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക്. ഞാൻ പലപ്പോഴും എന്റെ ഫീൽഡിൽ, സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നെക്കാട്ടി നല്ല കേപ്പബിൾ ഉള്ള, കാലിബർ ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പല കമ്പനികളും അവരെ ഹയർ ചെയ്യാൻ മടിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, പല ആൾക്കാർക്കും ടീം വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ടീമായിട്ട് വർക്ക് ചെയ്യാൻ പലരും എന്താ പറയുക കംഫർട്ടബിൾ അല്ല. അവരെ ഒറ്റയ്ക്ക് ചെയ്യാനാണ് അവർ താല്പര്യപ്പെടുന്നത്. നമ്മളൊരു പല ചക് ദേ ഇന്ത്യ മൂവി കണ്ടിട്ടുണ്ട് അല്ലെ. ഈ മൂവിയിലെ ഒരാൾക്ക് മാത്രം ഗോൾ അടിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എപ്പോഴും ഗോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ ആസ് എ ടീമായിട്ട് വർക്ക് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ, നമുക്കൊരു കാര്യം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്കൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ സാർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള നോളജും വേണം. അത് പറയാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം. നമ്മുടെ മലയാളികൾ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള, ആരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ, മലയാളികൾ ഏറ്റവും കണ്ടിട്ടുള്ള, എസ്പെഷ്യലി മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വരുന്ന, ഞാനും മലയാളം മീഡിയം സ്കൂളിൽ നിന്നാണ് പഠിച്ചു വന്നത്. മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടികളിൽ കാണുന്ന ഏറ്റവും വലിയ വൺ ഓഫ് ദി ഡ്രോബാക്ക് ആണ്, അവർക്ക് കാര്യങ്ങൾ നന്നായി അറിയാം, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, പക്ഷെ അവർ പറയത്തില്ല, സംസാരിക്കത്തില്ല. സോ ആ ഡ്രോബാക്ക്, ആ ഒരു എന്താ പറയുക സ്റ്റേജ് ഫിയർ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നോക്കുക, നിങ്ങളുടെ സ്കിൽ സെറ്റ് അല്പാൽപ്പായിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കുക. ഇത് കഴിഞ്ഞ ശേഷം ആക്ച്വലി നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങും. ആ ഗ്രൂപ്പിനകത്ത് ഞാൻ ടെക്നിക്കൽ നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇന്റർവ്യൂസ് കമ്പനികൾ വരുമ്പോൾ ഞാൻ അത് അറിയിക്കാം. നമുക്ക് തിരികൊണ്ടൊന്ന് ആക്റ്റീവായിട്ട് നോക്കി നല്ലൊരു ജോബ്, നമുക്കിപ്പം ഏകദേശം 30ഓളം പേരുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു 10-20 പേർക്കെങ്കിലും ഇപ്രാവശ്യം ജോബ് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. നമുക്ക് അതിനു വേണ്ടി നന്നായി ശ്രമിക്കാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ടീം വർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു കമ്പനിക്കും വേണ്ടത് വളരെ അതിബുദ്ധിമാനായിട്ടുള്ള ഒരാളെ അല്ല ഒരു കമ്പനിക്ക് വേണ്ടത്. കമ്പനിയുടെ ആവശ്യങ്ങൾക്കും രീതികൾക്കും അനുസരിച്ചിട്ട് ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന
ഒരു ആവറേജ് ബുദ്ധിയുള്ള, ആവറേജ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന, ആവറേജ് സ്കില്ലുള്ള ഒരാളെ മതി. അമാനുഷിക ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ പലപ്പോഴും അവർക്കൊക്കെ എന്താ പറയാ പേഴ്സണാലിറ്റി ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. സോ നോർമലി ഉള്ള ആൾക്കാരെയാണ് കമ്പനി പലപ്പോഴും സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. നമുക്ക് ഓരോന്നായിട്ട് ഇതിനെ എന്താ പറയാ വലുതായിട്ട് പഠിക്കാം. അത് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറയാം. ഞാൻ അങ്ങനെ നിങ്ങൾ ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഫീൽ ആകുന്ന ആളൊന്നുമല്ല. നിങ്ങൾക്ക് കാരണം ഈ സെഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാണോ കാര്യം മനസ്സിലാവാത്തത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് പോവാം അടുത്ത ഏരിയയിലോട്ട്. എന്താണ് ഈ സ്ട്രോങ് ഫൗണ്ടേഷൻ നോളജ് എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത്? ഒന്ന്, നെറ്റ്വർക്കിങ്ങിനെ പറ്റിയുള്ള നോളജ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരിക്കണം. നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ ബേസിക്കലി നമുക്ക് വേണ്ടത്? TCP/IP എന്ന് പറഞ്ഞു, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഉണ്ട്. OSI മോഡൽ. നിങ്ങൾ OSI മോഡൽ എത്ര പേര് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്? OSI മോഡൽ നമ്മൾ പരീക്ഷയ്ക്ക് കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചില കോളേജുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കയ്യിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ലെയർ വരെ, പ്രസന്റേഷൻ ലെയർ വരെ മോളിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ടീംസിനെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഇത് പഠിച്ചെടുക്കാൻ വളരെ ഈസി ആട്ടോ, വളരെ പാടൊന്നുമല്ല. പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷന് പറ്റുന്ന സംഭവം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോർമലി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രോബ്ലമാണ്. സോ ഈ ഫിസിക്കൽ ലെയർ എന്താണെന്നും, ഫിസിക്കൽ ലെയറിൽ പ്രോട്ടോകോൾസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്നും, സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളൂ എന്നും, നമ്മളിപ്പം നോർമലി എന്താ പറയാ, നിങ്ങൾക്ക് ഒരു 5 കമ്പ്യൂട്ടർ കണക്ഷൻ കൊടുക്കണം. നിങ്ങൾ എങ്ങനെയായിരിക്കും കൊടുക്കുക? നിങ്ങളുടെ വീട്ടിൽ റൗട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഡം ഉണ്ടെങ്കിൽ മോഡത്തിൽ ഇതൊരു കേബിൾ എടുത്ത് വലിച്ച് നിങ്ങളുടെ സിസ്റ്റത്തിൽ കൊടുക്കും. നോർമലി നെറ്റ് കിട്ടും അല്ലേ? സോ ആ കേബിൾ ഏത് ടൈപ്പ് കേബിൾ ആയിരിക്കണം? ആ കേബിളിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ കേബിൾ ഉണ്ടെങ്കിൽ ഇന്ന് ചെന്നിട്ട് ആ കേബിൾ നോക്കുക. അത് കാറ്റഗറി 5 ആണോ 6 ആണോ എന്ന് എഴുതിയിരിക്കും. കാറ്റഗറി 5 6 ഒക്കെ ആണെങ്കിൽ സ്പീഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമുക്ക് കാറ്റഗറി 8 വരെ ഉണ്ട്. ചിലപ്പോൾ ഇന്റർവ്യൂവിൽ ചോദിക്കും നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗിൽ എന്തെങ്കിലും. കാരണം നമ്മൾ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആള് എല്ലാവരും സൈബർ സെക്യൂരിറ്റിയിൽ എക്സ്പെർട്ട് ആയിരിക്കണമെന്നില്ല. മേ ബി നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പൊ അയാൾ ഡെഫിനറ്റ്ലി അയാൾ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനായിരിക്കും? ആ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എവിടെ നിന്നായിരിക്കും? നെറ്റ്വർക്ക് സെക്യൂരിറ്റി നിന്നായിരിക്കും വരുന്നത്. സോ അത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ചോദിക്കും നിങ്ങൾ ഉപയോഗിക്കുന്ന കേബിൾസ് ഏതാണ്? UTP ആണോ, STP ആണോ, അല്ലെങ്കിൽ ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി കേബിൾ വന്നത് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. കാറ്റഗറി 8 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അതിന് ഇത്രയും സ്പീഡ് വരെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. TCP മോഡൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം. 3-way ഹാൻഡ് ഷേക്ക് എന്താണ്, UDP എന്താണ് എന്നുള്ള കുറച്ച് തിങ്സ് പഠിച്ചിരിക്കണം. 2, ഇപ്പം നെറ്റ്വർക്ക് ഞാനിപ്പോ കുറെ ടേംസ് പറഞ്ഞു പോയി. നിങ്ങൾ പലരും എന്താ പറയുക ഈ ടേംസുമായിട്ട് അത്ര ഫെമിലിയർ ആയിരിക്കത്തില്ല. എസ്പെഷ്യലി വേറെ ഫീൽഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്ഷൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇത്തരം സെക്ഷൻ, അതായത് ഇങ്ങനെ ജോബ് കിട്ടുന്ന ഡീറ്റെയിൽ അല്ല, ടെക്നിക്കലി ആയിട്ടുള്ള സെഷൻ കൂടെ നമുക്ക് നോക്കാം. ആ സെഷൻ കൂടെ എടുത്തു പോകാം. അങ്ങനെ ഒരു 3-4 സെക്ഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ ടേമുമായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂവിന് വന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനും ഇതേപോലെ ഇന്റർവ്യൂവിന് മുമ്പ് 1 മണിക്കൂർ സെഷനൊക്കെ ചോദിച്ച് ആവശ്യമുള്ള നോളജൊക്കെ മാക്സിമം ഞാൻ പമ്പ് ചെയ്തിട്ടാണ് വിട്ടത്. സോ അവനാണ് HR കിട്ടിയത്. പിന്നെ ദാറ്റ് സെക്ഷൻ നമുക്കും ഇതേപോലെ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് നമുക്ക് സെക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ 2-3 പേർക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിലും ഞാൻ എന്റെ സമയം നോക്കി നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാം. സോ നമ്മൾ നെറ്റ്വർക്കിങ്ങിൽ നല്ല നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. സ്വിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. എന്താണ് സ്വിച്ച്? നമുക്ക് 2 ടൈപ്പ് സ്വിച്ച് ഉണ്ട്. മാനേജർ സ്വിച്ചും അൺമാനേജർ സ്വിച്ചും ഉണ്ട്. അത് ഏത് ലെയറിലാണ് ഇരിക്കുന്നത്? ലെയർ 2-ലാണോ ലെയർ 3-ലാണോ? അപ്പൊ ഈ ലെയർ 2 3 എന്ന് പറയുന്നത് എവിടെയാ വരുന്നത്? OSI മോഡലാണ് നമ്മൾ ലെയർ 1 2 3 എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ലെയർ 7 വരെയുള്ള ലെയർ ഉണ്ട്. അത് ഏതൊക്കെ ലെയറിലായിരിക്കുന്നത്? ഫിസിക്കൽ ലെയർ ഏതാണ്, പ്രസന്റേഷൻ ലെയർ ഏതാണ് എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കറക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കും. പിന്നെ ഉള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരും വിൻഡോസിന്റെ ആരാധകരായിരിക്കും. ഞാൻ എവിടെ പഠിപ്പിക്കാൻ ചെന്നാലും എല്ലാവരും വിൻഡോസിന്റെ ആരാധകരാണ്. നിങ്ങളെ കുറ്റം പറയുന്നില്ല. നമ്മുടെ ഇൻക്ലൂഡിങ് കേരള പോലീസ് അടക്കം വിൻഡോസ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇനി സൈബർ സെക്യൂരിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന OSന്റെ പേരൊന്ന് പറയാവോ? ലിനക്സ്. ആരാണ് മോനെ? ആരാ പറഞ്ഞത്? കാലി ലിനക്സ്. അമൽ. ഓക്കെ, കാലി ലിനക്സ് എന്നുള്ള ഒരു പേര് കിട്ടി. എന്തുകൊണ്ടാ കാലി എന്നുള്ള പേര് കിട്ടത്? കാലി വേറെ എന്തെല്ലാം പേരുണ്ടായിരുന്നു, എന്തുകൊണ്ടാ കാലി എന്നുള്ള പേരിട്ടെ? നമ്മൾ ഇങ്ങനെയാണ് നോർമലി ചോദ്യങ്ങളൊക്കെ വരിക കേട്ടോ. കാലി എന്നുള്ള പേര് ചിലപ്പോൾ നിങ്ങളെ ഇത് ചെയ്യാൻ മീൻസ് എന്താ പറയാ, ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും, നിങ്ങളെ സ്ട്രെസ്സിലാക്കാൻ ചോദിക്കും ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തുകൊണ്ടാ കാലി എന്നുള്ള പേരിട്ടെ? നമുക്ക് ഹിന്ദു മിത്തോളജിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് ദേഷ്യം വരുന്ന, ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള ഒരു ദേവതയുണ്ട്. ആ ദേവതയുടെ പേരെന്താ?
കാലി കാളി ദേവത. ആ കാളി ദേവതയുടെ ഇതിലാണ് നമ്മൾ അതായത് ഒഫൻസീവ് ആയിട്ട് ഉപയോഗിക്കുന്ന, ഒഫൻസീവ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കാലി ലിനക്സ് എന്ന് പറയുന്നത്. ഈ കാലി ലിനക്സിനകത്ത് എന്തുകൊണ്ടാണ് കാലി ലിനക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിനകത്ത് ഏകദേശം 200ഓളം ടൂൾസ് അവൈലബിൾ ആണ്. 200 മുതൽ 1200 ടൂൾസ് അവൈലബിൾ ആണ് ഹാക്ക് ചെയ്യാൻ വേണ്ടി. എന്തൊക്കെ ടൈപ്പ് ടൂൾസാണ് നമുക്കുള്ളത്? എക്സാക്ട്ലി ദേവിശ്രീ അത് പറഞ്ഞു. ടൂൾസ് അവൈലബിലിറ്റി കൊണ്ടാണ് നമ്മൾ കാലി ലിനക്സ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെ ടൂൾസ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ അത് പറഞ്ഞു പോട്ടെ. അമൽ എൻമാപ്പ് പറഞ്ഞു, അതേപോലെ കുറെ ടൂൾസ് ഉണ്ട്. പക്ഷെ ഓരോ ടൂൾസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോട്ടെ, നിങ്ങൾ നോട്ട് ചെയ്യുമോ? ഞാനത് പറഞ്ഞു, അത് സ്കിപ്പ് ചെയ്ത് പോകണം. ഓക്കെ, നമുക്കത് നോട്ട് ചെയ്ത് പോവാം. സോ എല്ലാവരും എസ് പറഞ്ഞിരിക്കാം. സോ നമുക്ക് ഹാക്കിങ്ങിന് ആസ് എ ഹാക്കറിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരാളെ ഹാക്ക് ചെയ്യുന്നതിന് 5 ഫേസസാണ് ഉള്ളത്. ആ 5 ഫേസസിന് നമ്മൾ ഓരോ പേരിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് റിക്കണൈസൻസ് എന്നാണ്. ഫസ്റ്റ് ഫേസിന്റെ പേര് റിക്കണൈസൻസ് അഥവാ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് അഥവാ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് അഥവാ OSINT എന്ന് പറയും. OSINT. ഒന്നും കൂടെ പറയാം, റിക്കണൈസൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് അല്ലെങ്കിൽ OSINT എന്ന് പറയും. ഇതിനു വേണ്ടിയിട്ടുള്ള കുറെ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. രണ്ടാമത്തെ മെത്തഡാണ് സ്കാനിങ്. അതായത് റിക്കണൈസൻസ് കഴിഞ്ഞാൽ ഹാക്കിങ്ങിന്റെ സെക്കൻഡ് ഫേസ് ആണ് സ്കാനിങ് എന്ന് പറയുന്നത്. എന്താണ് സ്കാനിങ്? നമ്മൾ പറഞ്ഞ എൻമാപ്പ് എന്നൊക്കെ ഉള്ള ടൂൾ അതിനകത്താണ് വരുന്നത്. ഫുൾ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽ എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. മൂന്നാമത്തെ മെത്തേഡ് എന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ഫേസ്. മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ആണ്. ഇവിടെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കുന്നത് മെറ്റാസ്പോയിറ്റ് എന്നൊക്കെ പറയുന്ന ടൂൾസ് നമ്മളിവിടെ ഉപയോഗിക്കും. നാലാമത് എന്താണ്? മെയിൻറ്റെയിനിങ് ആക്സസ് എന്ന് പറയും. നമുക്ക് ഒരിടത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരിടത്ത് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ആക്സസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാണ് നമ്മൾ മെയിൻറ്റെയിനിങ് ആക്സസ് 4 പറയുന്നത്. 5 ലീവ് വിത്തൗട്ട് എനി ട്രേസ്. ഒരു ട്രേസും ഇല്ലാതെ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റണം. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇനി 6മതൊരു ഫേസും കൂടെ ഉണ്ട്. അത് പെൻടെസ്റ്റേഴ്സിന്റെ വേൾഡിൽ വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. ഓഡിറ്റ് റിപ്പോർട്ട് നോർമലി ഉണ്ടാക്കും. അതിനെ നമ്മൾ 6th ഫേസ് ആയിട്ട് നോർമലി പറയാറുണ്ട്. ഈ 5 ഫേസ് കൂടെ പോയിട്ടാണ് നമ്മൾ ഒരാളെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ 5 ഫേസിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് എവിടെ അവൈലബിൾ ആണ്? കാലി ലിനക്സിൽ അവൈലബിൾ ആണ്. ഒപ്പം ഫോറൻസിക് ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് എന്താ പറയാം, റിവേഴ്സ് എഞ്ചിനീയറിംഗ്. നിങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഈസി സിമ്പിൾ ആയിട്ട് റിവേഴ്സ് എഞ്ചിനീയറിനെ പറയാം. നമുക്ക് റോളക്സ് വാച്ചൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, റോളക്സ് വാച്ച് വാങ്ങിക്കണമെന്നൊക്കെ. മോഹൻലാലൊക്കെ കിട്ടിയിരിക്കുന്ന 3 കോടി രൂപയുടെ ഒക്കെ റോളക്സ് വാച്ച് വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലാത്തത് എനിക്കത് വാങ്ങിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ആഗ്രഹം തള്ളിക്കളയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുന്നംകുളം ഭീമാപ്പള്ളി വാച്ച് വാങ്ങിക്കും അല്ലെ? അതേപോലെയുള്ള മോഡൽ ഇല്ലേ? സോ അതുപോലെ ഒരു കൺസെപ്റ്റ് ആണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ്. നല്ലൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കണ്ടാൽ ആ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ സോഴ്സ് കോഡ് അടക്കം നമുക്ക് എടുക്കാൻ പറ്റും. അതിന്റെ പേര് മാറ്റി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേരിട്ട് ആ ആപ്ലിക്കേഷനെ എടുക്കാനും പറ്റും എന്നും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞ ശേഷം കുറെ പേര് വിളിച്ചിരുന്നു. അവരെ പ്രോജക്റ്റിനെ ഏതൊക്കെയോ ഒന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് പേര് മാറ്റി ഡേറ്റാബേസ് ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെയൊന്നും ആരും ദയവേത് ചെയ്യരുത്. നമുക്ക് എന്താ പറയാ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിനകത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ ഇട്ട് പക്കാ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ പല സിനിമാ നടന്മാർ ചെയ്യുന്ന പോലെ കൊറിയൻ മൂവിയും ഇംഗ്ലീഷ് മൂവിയൊന്നും അതേപോലെ മലയാളത്തിലോട്ട് എടുത്തു വെക്കരുത്. കുറച്ചൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട് തിങ്സ് ചെയ്യാം. ഓക്കെ, ലിനക്സ്. അപ്പൊ കാലി ലിനക്സ് മാത്രമേ നമുക്കുള്ളൂ? ഇല്ല, ഇനിയുണ്ട്. വേറെ 2-3 പേരും കൂടെ പറയാവോ? എനിവൺ? പാരറ്റ് OS ഗ്രേറ്റ് എക്സാമ്പിൾ ആണ്. എന്റെ ഫേവറേറ്റ് പാരറ്റ്. ഇനി അടുത്തത് നിങ്ങൾക്ക് പാമ്പിനെ പിടിക്കുന്ന ഒരു ഹിന്ദു മിത്തോളജിയിലെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, പാമ്പിനെ ഓട്ടിച്ചിട്ട് പിടിച്ച് തിന്നുന്ന, പാമ്പിന് പേടിയുള്ള ഒരു ക്യാരക്ടർ. ആരാ? പാമ്പിനെ പിടിക്കുന്ന ഒരു ക്യാരക്ടർ. പാമ്പിനെ എവിടെ വെച്ചുണ്ടാലും പുള്ളി തട്ടിക്കളയും ഒരു ദയയില്ലാതെ. എന്താ ആർക്ക് ഹിന്ദു മിത്തോളജി ഒന്നും വലിയ താല്പര്യം ഇല്ലാതിരിക്കുക? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സെക്ഷൻ? ഒരാൾ ബ്ലാക്ക് ആർച്ച് പറഞ്ഞു. ബ്ലാക്ക് ആർച്ച് എക്സാമ്പിൾ ആണ്. ബ്ലാക്ക് ആർച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലിനക്സ് ആണ്. സോ ഞാൻ ഉദ്ദേശിച്ച ലിനക്സ് ഗരുഡ ലിനക്സ് ആണ്. ഗരുഡ എക്സാക്ട്ലി. യുവർ ഫെല്ലോ ഹ്യൂമൻ ബീങ് പറഞ്ഞു ഗരുഡ ലിനക്സ്. ആക്ച്വലി
ഗരുഡ ലിനക്സ് നല്ല പവർഫുൾ ആണ്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ നല്ല ടൂൾസ് അതിനകത്ത് റൺ ചെയ്യും. എസ്പെഷ്യലി വൈഫൈ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടൂൾസ് അതിനകത്ത് ഇൻസ്റ്റാൾ ആവും. വൈഫൈ ഹാക്ക് ചെയ്യാനൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ആണ്. എന്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടെയാണ് നമ്മുടെ എന്താ പറയാ ഗരുഡ ലിനക്സ് എന്ന് പറയുന്നത്. സോ അടുത്തുള്ളത് പ്രോഗ്രാമിംഗ്. നമുക്ക് പൈത്തോൺ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ നമ്മളൊന്ന് പഠിച്ചിരിക്കണം. പൈത്തോണിന്റെ ലേറ്റസ്റ്റ് വെർഷൻ 3 ആണ്. അടുത്ത് എന്തൊക്കെയാണുള്ളതെന്നും ബേസ് ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കും. കാരണം ഇന്ന് ഏത് കോഡ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചാറ്റ് GPT എടുത്ത് ചോദിച്ച് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ എന്താ പറയാ ഡേറ്റാബേസും അതിന്റെ അൽഗോരിതം നമ്മളൊന്ന് അതും പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് MySQL ഉണ്ട്, MongoDB ഉണ്ട്, NoSQL ഉണ്ട്. NoSQL ആണ് MongoDB ഒക്കെ വരിക. സോ എന്താണ് MySQL, എന്താണ് MongoDB എന്നുള്ള ബേസ് ഡീറ്റെയിൽ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടല്ല, അത് മാത്രമല്ല സെർവർ ടൈപ്പിൽ PostgreSQL അറിഞ്ഞു വെച്ചിരിക്കുക. ഈ ആദ്യത്തെ നെറ്റ്വർക്കിങ്ങും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നല്ല രീതിയിൽ പോവാട്ടോ. അതിൽ തന്നെ നിങ്ങൾ വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുന്നതിനൊപ്പം തന്നെ വിൻഡോസ് സെർവറും പഠിക്കുക. വിൻഡോസ് സെർവർ 2022 നന്നായി പഠിക്കുക. അതിന്റെ ആക്റ്റീവ് ഡയറക്ടറി പഠിക്കുക. മാക്സിമം OSുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആവാൻ നോക്കുക. അതും ബുക്കുകളിൽ കൂടെയല്ല, നിങ്ങളുടെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വിർച്വൽ ബോക്സിലും മറ്റും ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നിങ്ങളുടെ സ്ട്രോങ് ഫൗണ്ടേഷൻ നോളജ് എന്ന് പറയുന്നത്. നമുക്കൊരു എന്താ പറയുന്ന എന്റെ കയ്യിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കൊണ്ട് എനിക്ക് നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ നോളജ് ഒരാൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണമെന്നോ അങ്ങനെ, ഞാൻ സെഷൻ എടുക്കുന്നതിന് പൈസ വാങ്ങുന്നില്ല കേട്ടോ, ഫ്രീ ആയിട്ടാണ് എടുക്കുന്നത് എല്ലാ പ്രാവശ്യവും. സോ നിങ്ങൾക്ക് ബേസിക് നോളജ് വേണം, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. എപ്പോഴും വേണമെങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന ടൈമിലെല്ലാം ഞാൻ ഫോൺ എടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽപ്പ് തരാം. നോട്ട്സ് വേണമെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ് എല്ലാം PDF ആയിട്ടോ വേർഡ് ആയിട്ടോ എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഞാൻ അതും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. ഇനി നമുക്ക് അടുത്ത സെഷൻ എടുക്കേണ്ട സെക്യൂരിറ്റി മൈൻഡ് സെറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ ഇത് പഠിപ്പിച്ചപ്പോൾ ഞാൻ ലേഡീസിനെ പറ്റി 2-3 വേർഡ്സ് പറഞ്ഞു അല്ലേ. കുറച്ചുകൂടി ഞാൻ കാണുന്ന ഹാക്കേഴ്സ് ഒക്കെ ലേഡീസ് ആണ് എന്നുള്ള കൺസെപ്റ്റിലൊക്കെ ഞാൻ കുറച്ച് വേർഡ്സ് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു പോവാം. നമ്മൾ OWASP Top 10 എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ എത്ര പേര് OWASP Top 10 കേട്ടിട്ടുണ്ടായിരിക്കും? നിങ്ങൾ ഏത് സൈബർ സെക്യൂരിറ്റിയുടെ ഏത് ഇന്റർവ്യൂവിന് പോയാലും 80% ഓഫ് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് OWASP Top 10 പറയും. OWASP Top 10 എന്താണെന്ന് പറയുക എന്നുള്ള കൺസെപ്റ്റ് വരികയും ചോദ്യം കറക്റ്റ് ചോദിക്കുകയും ചെയ്യും. നിങ്ങൾ സൈബർ സെക്യൂരിറ്റി കയറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ OWASP Top 10 വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അത് ഏത് ഉറക്കത്തിൽ ഉണർത്തിയാണെങ്കിലും നിങ്ങൾ കറക്റ്റ് പറയാം. ഈ OWASP Top 10 എന്ന് പറഞ്ഞാൽ എന്താ നോർമലി? അത് ഞാൻ പറഞ്ഞു പോണോ, അതോ ജസ്റ്റ് ഇതുവരെ മതിയോ? നമുക്ക് ടൈം എടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വിട്ടുപോകാം. സെഷൻ ടൈം അല്പം കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും എസ്സാ പറയാം. അപ്പൊ ഞാൻ അതൊന്ന് പറഞ്ഞു പോകാം കേട്ടോ. എന്താണ് OWASP Top 10 എന്ന് പറയുന്നത്? ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബൈക്കും കൊണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ വെളിയിലോട്ട് പോവാണ്. ഇപ്പൊ അമല് ബൈക്കും കൊണ്ട് വെളിയിലോട്ട് പോവാണ്. അമൽ വെളിയിലോട്ട് പോകുമ്പോൾ അമ്മ എന്തായിരിക്കും അമലിനോട് പറയുന്നത്? 2-3 കാര്യങ്ങളൊന്ന് പറയാവോ? അമൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? സൂക്ഷിച്ചു പോകണം, പിന്നെ ഹെൽമെറ്റ് ഒക്കെ ഇടണം, അങ്ങനെയൊക്കെ പറയും. ഹെൽമെറ്റ് വെക്കുക, വെക്കുക, ഓവർ സ്പീഡ് പാടില്ല, വഴക്ക് കൂടരുത്, ആരെങ്കിലും ചീത്ത വിളിച്ചാലും തിരിച്ച് ചീത്ത വിളിക്കരുത് അല്ലെ, ട്രാഫിക് ലൈറ്റ് നോക്കി പോവുക എന്നൊക്കെ. എന്നിട്ട് കാറ്റുണ്ട്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമൽ എന്ത് ചെയ്യും? അമൽ വന്നിട്ട് വണ്ടിയിൽ കാറ്റുണ്ടോ നോക്കും, വണ്ടിയുടെ എഞ്ചിൻ മിസ്സിംഗ് ഉണ്ടോ എന്നൊക്കെ നോക്കും, പിന്നെ എടുത്തിട്ട് നേരെ പോകും അല്ലെ. സോ അമ്മ പറഞ്ഞ ഈ തിങ്സിനെ തന്നെയാണ് നമ്മൾ OWASP Top 10 എന്നൊക്കെ പറയുന്നത്. പക്ഷെ അമ്മ പറഞ്ഞത് ബൈക്ക് ഓട്ടിക്കുന്ന അമലിനെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ OWASP Top 10 പറയുന്നത് എന്താ? നമ്മളെ വെബ് ആപ്ലിക്കേഷൻ, നമ്മളൊരു വെബ്സൈറ്റ് സംരക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതങ്ങനെ ഒരു 10 കാര്യം അവർ പറഞ്ഞു വെച്ചു. നമ്മൾ ഹെൽമെറ്റ് ആണ് നമ്മൾ ബേസിക്കലി വണ്ടിയുടെ കാര്യത്തിൽ പറയാം. നമ്മൾ വിദേശ നാടുകളിലൊക്കെയാണ് പോകുന്നതെങ്കിലും, ഇപ്പൊ യൂറോപ്പിലൊക്കെയാണ് വണ്ടി ഓട്ടിക്കുന്നതെങ്കിൽ അവർ അവിടെ ബേസിക്കലി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഗിയർ റൈഡിങ് ഗിയേഴ്സ് ഉണ്ടല്ലേ, റൈഡിങ് ഗിയേഴ്സ് അവിടെ മസ്റ്റ് ആണ്. എന്തൊക്കെയാണ് റൈഡിങ് ഗിയേഴ്സ്? നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഷൂസ് വേണം, കറസ്പോണ്ടിങ് ജാക്കറ്റ് വേണം, കറസ്പോണ്ടിങ് നീ ക്യാപ്സ് വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ വണ്ടി ഓട്ടിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. നമ്മൾ ഹെൽമെറ്റ് പോലെ തന്നെ ഫൈൻ അടിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അവിടെ ഉള്ളത്. സോ അതുപോലെ ഈ വെബ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 10 കാര്യങ്ങളുണ്ട്. 10 കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക സെക്യൂരിറ്റി എടുത്തിരിക്കണം. എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? ബ്രോക്കൺ ആക്സസ് കൺട്രോൾ ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ക്രിപ്റ്റോഗ്രാഫിക് ഫെയിലിയേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്.
3 ഇഞ്ചക്ഷൻ കുറെ ഉണ്ട്, SQL ഇഞ്ചക്ഷൻ ഒക്കെ ഉള്ള ടൈപ്പ് ഉണ്ട്. ഇൻസെക്യൂർ ആയിട്ട് ആരെങ്കിലും അതിന്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്താൽ അത് പ്രശ്നമാവും. സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ, നമ്മൾ ഇത് കൊണ്ടുവന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ സംഭവം അമലെ ക്രോസ് സ്ക്രിപ്റ്റിംഗ് പറഞ്ഞു, അത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ്. സോ എന്താ പറയാ, നമ്മൾ കൊണ്ടുവന്ന ഏതെങ്കിലും നമ്മുടെ സെർവറിൽ ഹോസ്റ്റ് ചെയ്യണം, ആ ഹോസ്റ്റിൽ മിസ്കോൺഫിഗർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്ലൗഡിൽ മിസ്കോൺഫിഗർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി അറ്റാക്ക് വരും. വൾണറബിൾ ആൻഡ് ഔട്ട്ഡേറ്റഡ് കമ്പോണൻസ്, അതും വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. എസ്പെഷ്യലി ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് പറയാണ്. ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളുടെ വെബ്സൈറ്റിൽ കയറും കേട്ടോ. പല രാജ്യങ്ങളുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ, ഇന്ത്യയല്ല വലിയ രാജ്യങ്ങളുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ അവിടെ സെർവർ ആണെങ്കിൽ ഏത് സെർവറിലാണ് ഇത് കിടക്കുന്നത് നോക്കും. ഡെഫിനറ്റ്ലി ഇന്നും എന്താ പറയുക, ഉബുണ്ടു 16 വെർഷനൊക്കെ 18-16 വെർഷനിലൊക്കെ അവരുടെ വെബ്സൈറ്റ് ഗവൺമെന്റ് ഓതറൈസ്ഡ് വെബ്സൈറ്റ് ഇട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇന്നും ഉണ്ട്. ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? ഹാക്ക് ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന നമുക്ക് പോലും ഹാക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി പോകും. കാരണം ഒരു വണ്ടിയുടെ ബാക്കിൽ കുറെ പണം എടുത്ത് വെച്ചിരിക്കുകയാണ്, അതിന്റെ ലോക്കും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റി വരുന്ന പോലെ ഒരു കൺസെപ്റ്റ് ആണത്. സോ സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അപ്ഡേറ്റഡ് കമ്പോണൻസിലാണ് ഇത് വരുന്നത്. അടുത്ത ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ഫെയിലേഴ്സ്, അതും ഒരു വണ്ണബിൾ ഇതാണ്. സോഫ്റ്റ്വെയർ ആൻഡ് ഡേറ്റ ഇന്റഗ്രിറ്റി ഫെയിലേഴ്സ്, സെക്യൂരിറ്റി ലോഗിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഫെയിലേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ സെർവർ സൈഡ് റിക്വസ്റ്റ് ഫോർജറി, ക്രോസ് സ്ക്രിപ്റ്റിംഗ് ഇതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് തന്നെയാണ്. പക്ഷെ ടോപ്പ് 10 അത് വന്നിട്ടില്ല. സോ ഇങ്ങനെയുള്ള കുറെ വൾണറബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. ഈ വൾണറബിലിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് ഇതിലൊക്കെ പെടുന്നുണ്ടോ നോക്കും. ഇനി ഔട്ട്സൈഡ് ഉള്ള 2-3 തിങ്സ് നമ്മൾ നോക്കും. നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഓക്കെ ആണ്, കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. പക്ഷെ നമുക്ക് നിങ്ങൾ ഒരു വെബ്സൈറ്റ്, കാരണം നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതിന് പകരം അവർ ചോദിക്കുന്നത് ടോപ്പ് 10 പറയാൻ പറയും. അപ്പൊ നിങ്ങളൊരു 2 മിനിറ്റോ 1 മിനിറ്റോ ഉണ്ടോ അത് പറയും. അത് കഴിഞ്ഞിട്ട് ചോദിക്കും ഏതെങ്കിലും വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? നമ്മൾ ഇന്റർവ്യൂ കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കള്ളം എന്നുള്ള രീതിയിൽ പറയും, യെസ് എന്ന് പറയും. അപ്പൊ അടുത്ത ചോദ്യം എന്താ വരുന്നതെന്ന് അറിയോ? ഏത് വെബ്സൈറ്റാ ഓഡിറ്റ് ചെയ്തതെന്ന് ചോദിക്കും. ഏത് വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നോർമലി എല്ലാ വെബ്സൈറ്റും നമുക്ക് കയറി ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗവൺമെന്റിന്റെ പെർമിഷൻ ആ വെബ്സൈറ്റിന്റെ ഓതറൈസേഷന്റെ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കണം. സോ അതുകൊണ്ട് കേരള പോലീസിന്റെ വെബ്സൈറ്റ് ഓഡിറ്റ് ചെയ്തു എന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ബിരുദൻ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ടെസ്റ്റിങ്ങിനായിട്ടുള്ള വെബ്സൈറ്റ് അവൈലബിൾ ഉണ്ട് ഇന്റർനെറ്റിൽ. സോ അത് വെച്ചിട്ട് ഞാൻ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് നോർമലി പറയാം. അടുത്ത ചോദ്യം എന്തായിരിക്കും എന്നറിയോ? നോർമലി ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, നിങ്ങൾക്ക് ഏത് ടൂളാണ് ഉപയോഗിച്ചതെന്ന് ചോദിക്കും. സോ നിങ്ങൾ വെബ്സൈറ്റ് ഓഡിറ്റിങ്ങിനാണെങ്കിൽ നമ്മൾ പ്രൊമിനന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന 2 ടൂൾസ് ഉണ്ട്. ഒന്ന് പറയാവോ ഏതൊക്കെയാണെന്ന്? നിങ്ങളുടെ സമയം പോകുന്നു അല്ലേ? Bubsuite and പ്രോക്സി. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർട്ട്സിക്കറിനകത്താണ് നമ്മൾ ബബ്സ്യൂട്ട് വരുന്നത്. സോ ബബ്സ്യൂട്ട് എന്ന് പറയുന്നത് എന്താ പറയുന്നത് ടൂളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഗിറ്റ്ഹബിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ലേസി എക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിതുണ്ട്, ക്രോസ് സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. പിന്നെ എന്താ പറയുക, SQL ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് SQL മാപ്പിംഗ് ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ സ്വയം ചെയ്ത് പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഐഡിയ കിട്ടും. ബബ്സ്യൂട്ടും ഡീറ്റെയിലും എന്താ പറയുക സപ്രോക്സിയും ഡീറ്റെയിൽ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാനൊരു സെഷനിൽ പറഞ്ഞുതരാം. ബബ്സ്യൂട്ട് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. നോർമലി നമുക്ക് കമ്മ്യൂണിറ്റി എഡിഷൻ ആണ് എൻ്റെ കയ്യിലുള്ളത്, എന്റർപ്രൈസ് എഡിഷൻ ഓർഗനൈസേഷനാണുള്ളത്. സോ അവർ തരത്തില്ല. സോ കമ്മ്യൂണിറ്റി എഡിഷനിൽ ഞാൻ നോർമലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2 നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഡിറ്റിംഗ്. ഇപ്പൊ നെറ്റ്വർക്ക് ഓഡിറ്റിംഗിൽ ഉപയോഗിക്കുന്ന ടൂൾസിന്റെ പേരൊന്ന് പറയാവോ? ആരെങ്കിലും പറയാവോ? IT ഇൻഫ്രാ ഓഡിറ്റിംഗിൽ ഉപയോഗിക്കുന്ന ടൂൾസ് ദേവിശ്രീ പറയാവോ? നെസസ് ടൂൾ അല്ലേ? നെസസ്. എക്സാക്ട്ലി, വെരി ഗുഡ്. നെസസ് എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു ടൂളുണ്ട്, ഓപ്പൺ വാസ് എന്നുള്ള പേരുള്ള ടൂളുണ്ട്. നെസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആണ്. വയർഷാർക്ക് നമ്മൾ ഉപയോഗിക്കും. എൻമാപ്പ് നമ്മൾ നോർമലി ഉപയോഗിക്കും. പിന്നെ എന്താ, നമുക്ക് നോർമലി നെസസ് എന്ന് പറയുന്നത് എൻ പോയിന്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വൈഫൈനെ അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യും, വൈഫൈ പെൻ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതെ, നമ്മൾ WP സ്കാൻ പോലുള്ള കുറെ ടൂൾസ് അവിടെ നോർമലി ഉപയോഗിക്കാറുണ്ട്. സോ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു പേര് നെസസ് തന്നെയാണ്. നെസസ് ഫ്രീ ആണ്. അപ്പൊ നെസസ് എടുത്ത് നിങ്ങൾക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. 1-2 സെഷൻ കൊണ്ട് ഞാൻ അതും പറഞ്ഞുതരാം. പിന്നെ ബേസിക് ത്രെഡ് മോഡലിംഗ് കൺസെപ്റ്റ്സ്.
എന്താണ് ബേസിക് ത്രെറ്റ് മോഡലിംഗ് കൺസെപ്റ്റ്? ഒരു അറ്റാക്ക് എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യും, അതിന്റെ ഫേസസ് എങ്ങനെയാണ്, ഡീറ്റെയിലിനെയാണ് നമ്മൾ ബേസിക് ത്രെറ്റ് മോഡൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2, അവയർനെസ് ഓഫ് ബെസ്റ്റ് സെക്യൂരിറ്റി പ്രാക്ടീസസ്. അതായത് നമുക്ക് നല്ലൊരു ഹാക്കറിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നല്ലൊരു അവയർനെസ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റൂ, അല്ലേ? നമ്മൾ ബേസിക്കലി ഇപ്പം കേരള പോലീസിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താ പറയുക, നന്നായി അവരുടെ കാര്യങ്ങൾ പറയണം. കാരണം കേരള പോലീസിൽ ഇരിക്കുന്ന ഹയർ എൻഡിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളെല്ലാം അറിയാം. നമ്മളിപ്പോൾ സൈബർ ഡൊമൈനൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാര്യം അവർക്ക് ബേസ് എല്ലാം അറിയാം. നമുക്ക് പഠിപ്പിക്കേണ്ടത് പുതിയ ടൂൾസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരാളുടെ സിസ്റ്റത്തിലോട്ട് നുഴഞ്ഞു കയറുന്നത് എന്ന്. ഇപ്പൊ നിങ്ങൾ അതേപോലെ തന്നെ നോളജ് വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമുക്കിപ്പം ഏതൊക്കെ വെബ്സ് അവൈലബിൾ ഉണ്ട്? സർഫസ് വെബ് ഉണ്ട്, ഡീപ്പ് വെബ് ഉണ്ട്. അടുത്ത 2 വെബിന്റെ പേര് പറയാമോ? സർഫസ് വെബ് ഞാൻ പറഞ്ഞു, ഡീപ്പ് വെബ് പറഞ്ഞു. അടുത്ത ആരാ പറയാ 2 വെബിന്റെ പേര്? സർഫസ് വെബ്, ഡീപ്പ് വെബ്. ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ വിളിക്കും, അതിന് മുമ്പ് ഓരോരുത്തരായിട്ട് വന്ന് പറയാവോ? ഡാർക്ക് വെബ്. യുവർ ഫെല്ലോ ഹ്യൂമൻ ബീങ് ഒന്ന് പറഞ്ഞു, ഡാർക്ക് വെബ്. ഇതെല്ലാവരും പറയും. കാരണം നമുക്ക് ഈ 3 പേര് നിങ്ങൾ എല്ലാവരും പ്രൊമിനന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പേരിനെ അറിയാം. അതായത് സർഫസ് വെബ് അറിയാം, ഡീപ്പ് വെബ് അറിയാം, ഡാർക്ക് വെബ് അറിയാം. പക്ഷെ നമുക്ക് നോളജ് അപ്ഡേറ്റ് ആയിരിക്കണം. പുതിയൊരു വെബും കൂടെ വന്നിട്ടുണ്ട്. ആർക്ക് പേര് പറയാൻ പറ്റും? ഇനി ഐഡിയ? സോ കീർത്തി, ടൈം അല്പം കൂടിപ്പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 5 മിനിറ്റ്സിൽ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം. It's okay, sir. Is that okay? Okay, sir. Okay, thank you. Okay. അപ്പൊ പറയാവോ, ഇവിടെയാണ് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ പലപ്പോഴും സെഷൻസിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ സെഷൻസിൽ എപ്പോഴും പറയും, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഗൂഗിൾ ചെയ്ത് ആൻസർ പറയുന്നൊന്നും ഒരു തെറ്റുമല്ല. ഒള്ളി തിങ് നിങ്ങളെ മനസ്സിലിരിക്കണമെന്നേ ഉള്ളൂ. കാരണം ഇന്ന് പുതിയൊരു വെബും കൂടെ വന്നിട്ടുണ്ട്. മെറിയാന വെബ് എന്നാണ് പേര്. മെറിയാന വെബ്. അതായത് നമുക്ക് 3-4 വെബുള്ള സർഫസ് വെബ്, ഡീപ്പ് വെബ്, ഡാർക്ക് വെബ്, മെറിയാന വെബ്. ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫർമേഷൻ ഉള്ളതും പല കള്ളത്തരങ്ങളും നടക്കുന്നതും ഇന്ന് മെറിയാന വെബിലാണ്. സോ ഇത്തരത്തിലുള്ള നോളജ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോർമലി വെക്കുക. അടുത്തത് പ്രോബ്ലം സോൾവിങ് ആൻഡ് അനലിറ്റിക് സ്കിൽസ്. അതായത് കോംപ്ലക്സ് ഇഷ്യൂ, നമുക്കൊരു വലിയൊരു ഇഷ്യൂ വരികയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരാളെ ഹാക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഹാക്ക് ചെയ്യേണ്ട ആരെങ്കിലും ഒരാളുടെ പേര് നമുക്ക് എന്താ പറയാ, ആരെ ഹാക്ക് ചെയ്യണം? നമുക്ക് ഹൃത്തിക് റോഷനെ ഹാക്ക് ചെയ്യണം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ആണ്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. സോ ഹൃത്തിക് റോഷനെ ഹാക്ക് ചെയ്യണം. ഹൃത്തിക് റോഷനെ ഹാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ഡീറ്റെയിൽ വേണ്ടത്? ഞാൻ പറഞ്ഞ 5 ഫേസസ്. അതായത് ഒരു വലിയ കോംപ്ലക്സ് ഇഷ്യൂ ആണ് ഹൃത്തിക് റോഷനെ ഹാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം? 5 പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? റിക്കഗ്നൈസൻസ് ചെയ്യണം, പുള്ളിയുടെ ഡീറ്റെയിൽ ഒക്കെ എടുക്കുന്നത് നമുക്ക് നെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് സ്കാൻ ചെയ്യണം, പിന്നെ ഗെയിനിങ് ആക്സസ് എടുക്കണം, മെയിൻറ്റെയിനിങ് ആക്സസ് എടുക്കണം, ആരും അറിയാതെ തിരിച്ചിറങ്ങണം. ഇത് നമുക്ക് ചെറിയ ചെറിയ പാർട്ടായിട്ട് ഇത് ചെയ്യാൻ പറ്റും. എന്താ പറയാ, മൈക്രോ ജോബ്സ് ആയിട്ട് നമുക്ക് ആ ഒരു ഇഷ്യൂവിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഉള്ളത്, ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ പാനിക് ആവാതെ ആ ഇൻസിഡന്റിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത്. ഇൻസിഡന്റ് റെസ്പോൺസ് എഞ്ചിനീയർ നല്ലൊരു പോസ്റ്റാണ് സൈബർ സെക്യൂരിറ്റിയിൽ. കാരണം നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ ലോഗ് ഫയൽസ് എടുക്കുക, എവിടെ നിന്നാണ് അറ്റാക്ക് ജനറേറ്റ് ചെയ്യാൻ നോക്കുക, അത് അനലൈസ് ചെയ്യുക, കറക്റ്റ് ആൾക്കാരെ കണ്ടുപിടിക്കുക. നമ്മൾ മുമ്പൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ എംബിഡിയുടെ കാര്യം പറഞ്ഞു. ഒരു പയ്യൻ, 16 വയസ്സുള്ള ഒരു പയ്യനാണ് ഹാക്ക് ചെയ്തതെന്ന്. അവന്റെ ഏജ് അനുസരിച്ചിട്ട് അവൻ നല്ല രീതിയിലാണ് ഹാക്ക് ചെയ്തത്. കുറച്ചുകൂടി അവൻ ബ്രില്യൻ്റ് ആയി കുറച്ചും കൂടി നാള് കഴിയുമ്പോൾ അവൻ അവൻ ഉപയോഗിച്ച ഒരു ടൂൾ ഉണ്ട്, മീറ്റർപീറ്റർ എന്ന് പറയുന്ന ടൂൾ ഉണ്ട്. അതിൽ റിവേഴ്സ് പ്രോക്സിയാണ് ഉപയോഗിച്ചത്. അതില്ലാതെ അവൻ ഫോർവേഡ് പ്രോക്സി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിക്കാൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ എന്താ പറയാ, പുതിയ പുതിയ ടെക്നോളജീനെ പറ്റിയും ഡീറ്റെയിലിനെ പറ്റിയും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒരു അറ്റാക്ക് നടന്നാൽ അത് എവിടെ നിന്നാണ്, അത് ഏത് വൈറസാണ് വന്നത്, ഏത് രീതിയിലാണ് എഫക്ട് ചെയ്തത്, ഏതൊക്കെ ഡിവൈസ് ഇതൊക്കെ കാരണം കംപ്ലൈന്റ് ആകും എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ഇത് പതുക്കെ പതുക്കെ വരുന്ന ഒരു സ്കില്ലാട്ടോ. ഒരു ദിവസം കൊണ്ടോ ഇതുകൊണ്ടോ വരുന്ന സ്കില്ലല്ല, പതുക്കെ പതുക്കെ നമ്മൾ ഗെയിൻ ചെയ്തെടുക്കുന്ന നോർമലി സ്കില്ലാണ്. പിന്നെ ഏതൊരു പുതിയ ടെക്നോളജി വന്നാലും നമ്മൾ പഠിക്കാൻ എന്താ പറയാ, അഡോപ്റ്റബിൾ ആയിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. പുതിയ സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ സർട്ടിഫിക്കേഷൻ എടുക്കാം, ഇല്ലെങ്കിൽ നോളജ് ഗെയിൻ ചെയ്താൽ മതി. ഞാനൊന്ന് സർട്ടിഫിക്കേഷൻ ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ നോളജ് ഗെയിൻ ചെയ്തിരിക്കുക. നിങ്ങൾ ഏതൊരു ഓർഗനൈസേഷനിൽ പോയാൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈ വാല്യൂ കിട്ടുമെങ്കിൽ ഇന്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഒരു ജോബ് ആൻഡ് ഡീറ്റെയിൽ. പുതിയ ടെക്നോളജി നന്നായിട്ട് പിക്ക് ചെയ്യുക. കാരണം പുതിയ ടെക്നോളജി പിക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് മാരുതി കാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു അംബാസഡർ കാർ ഓട്ടിക്കാൻ പാടില്ല. അംബാസഡർ കാർ ഓട്ടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ജിപ്സി ഓട്ടിക്കാൻ പാടില്ല. ജിപ്സി ഓട്ടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുറച്ചുകൂടി വലിയൊരു ടാറ്റ സഫാരി ഓട്ടിക്കാൻ പാടില്ല.
അത് കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുക ലോറി ഓട്ടിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. ചെറിയ ഒരു ബുദ്ധിമുട്ട് ആദ്യം അനുഭവപ്പെടുമെങ്കിലും ഈസി ആയിരിക്കും, കാരണം ബേസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീം വർക്ക്. എപ്പോഴും നമ്മുടെ ടീമിൽ ഉള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുക, നന്നായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിങ്സ് അവിടെ തന്നെ നോക്കുക. അതുമാത്രമല്ല ഇഷ്യൂസ് നോൺ ടെക്നിക്കലും ആയിട്ടുള്ള ഇഷ്യൂസിൽ ഇത് ചെയ്യുക. സോ അങ്ങനെയാണ് നമ്മൾ ടീം വർക്കായിട്ട് നോർമലി വർക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ മൂടി അടിച്ചോ ടെൻഷൻ അടിച്ചോ ഒന്നും നിൽക്കുക, നിങ്ങൾ ചിരിച്ച് ഭയങ്കര പ്ലസന്റ് ആയിട്ട് തിങ്സ് ഹാൻഡിൽ ചെയ്യുക. യു വിൽ ബി ഗെറ്റ് സെലക്ടഡ്, നോ പ്രോബ്ലം, നോ വാട്ട്. ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾ സെലക്ട് ആവും. കാരണം ഞാൻ കാണുന്ന കുട്ടികൾ 90% ആൾക്കാരും നല്ല കാലിബറുള്ള കുട്ടികളാണ്. ചില ആൾക്കാർക്ക് ഫാമിലി ഇഷ്യൂസോ സ്ട്രെസ്സോ കാണും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് 2-3 മാസം കൊണ്ട് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ നല്ല സാലറി കിട്ടുന്ന ലെവലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മുടെ സൈബർ സെക്യൂരിറ്റി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ നെറ്റ്വർക്കിങ്ങും വോയിസ് നന്നായി പഠിച്ചു വെക്കുക. എന്താ പറയാ, സെക്യൂരിറ്റി ഫണ്ടമെന്റൽസ്, ഓപ്സ് പോലുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ടൂൾസുമായിട്ടൊന്ന് ഹാൻഡ്സ് ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് പോവുക എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ചില ഇന്റർവ്യൂവിൽ അവർ ചോദിക്കാണ് നിങ്ങൾക്ക് ഏത് ഏരിയയാണ് നല്ലതെന്ന് ചോദിച്ചാൽ ചിലർ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് പറയും. അപ്പോൾ അവർ ചോദിക്കും എന്തുണ്ട് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം എനിക്ക് എന്താ പറയുക, ചിലർക്ക് ഇത് ആർക്കിടെക്ട് ചെയ്യാനുള്ള ഇഷ്ടമാണ്, എനിക്ക് നെറ്റ്വർക്കിങ്ങിന്റെ ഡീറ്റെയിൽ നോക്കാൻ ഇഷ്ടമാണ്, എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയുന്ന രീതിയിൽ സ്പെഷ്യലൈസേഷൻ എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾ വ്യക്തമായി പഠിച്ചു വെക്കുക. ചിലർക്ക് ഡിഫൻസ് ഏരിയയിലായിരിക്കും ഇഷ്ടം, സോക്ക് പോലുള്ള കാര്യങ്ങൾ, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ പോലുള്ള കാര്യങ്ങൾ. എനിക്ക് പേഴ്സണലി എനിക്ക് സോക്കിന്റെ അടുത്ത് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് ഞാൻ കുറച്ചുകൂടി ഹാക്കിംഗ് മെത്തഡോളജിയിൽ വിശ്വസിക്കുന്ന ഒഫൻസീവ് പെൻ ടെസ്റ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. സോ എന്റെ ഏരിയ അതാണ്. അതുപോലെ ആയിരിക്കും ചില മറ്റൊരാൾക്ക്. സോ ഏത് ഏരിയ ആണോ നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയ സ്പെഷ്യലൈസ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുക. അതിലുപയോഗിക്കുന്ന ടൂൾസ് പഠിക്കുക, അതിലുപയോഗിക്കുന്ന അപ്ഡേറ്റഡ് ടൂൾസ് നിങ്ങൾ പഠിക്കുക, അതിൽ മാക്സിമം നോളജ് ഉണ്ടാക്കിയെടുക്കുക. സോ നമുക്ക് ഇത്രയാണ് നമ്മുടെ നോർമൽ സെഷൻ വരിക. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. നമുക്ക് ഡൗട്ട് ഇല്ല, എല്ലാവരും ഉറക്കമായോ എന്റെ സെഷൻ കേട്ടിട്ട്? എന്തേ ആർക്കും ഡൗട്ട് ഇല്ല? സാറിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ നമ്പർ ഞാൻ തരാം കേട്ടോ. ഓക്കെ ഷുവർ, ഞാൻ നമ്പർ തരാം. നമ്പറിൽ വിളിച്ചാൽ മതി. എന്നാ വെച്ച് കഴിഞ്ഞാൽ എന്താ പഠിക്കേണ്ടത്, ഏത് ഡീറ്റെയിലാണ് പഠിക്കേണ്ടത്, നോട്ട്സ് ഉണ്ട്. ഞാൻ ആക്ച്വലി KDSക്കിൽ കുറെ നോട്ട്സ് ഡീറ്റെയിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ നോട്ട്സ് തരാം. അത് ഞാൻ ആക്ച്വലി ഗൂഗിൾ ഡോക്ക് ആയിട്ടാണ് കൊടുക്കുക. അതാകുമ്പോൾ എനിക്ക് അപ്ഡേഷൻ ഈസി ആയിരിക്കുമല്ലോ. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 4-5 പേർക്ക് ഒന്നിച്ചൊക്കെ ഇന്റർവ്യൂ ആണ് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഞാൻ ഒരു സെക്ഷൻ ഇതേപോലെ നമുക്ക് 4-5 പേർക്ക് ഓൺലൈൻ സെഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്ത് ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് തരാം. ഷുവർ, നോട്ട് ഞാൻ ഷെയർ ചെയ്യാം. വാട്സാപ്പ് ഗ്രൂപ്പ്, എക്സാക്ട്ലി നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്നാ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ കുട്ടികളുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും 4-5 പേര് വെച്ച് കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഓൾറെഡി ഞാൻ കുറെ ഗ്രൂപ്പിലുണ്ട്. സോ അപ്പോൾ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ. ആ രീതിയിൽ നമുക്ക് മാക്സിമം നോട്ടും ഡീറ്റെയിലും ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാം. കാരണം നോട്ട്സ് മാത്രമല്ല, ഞാൻ അതിന് ചെറിയ ചെറിയ പോസ്റ്ററും ആക്കി വെക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ലെവലിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പോസ്റ്റേഴ്സും ഡീറ്റെയിൽ എല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. സോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നോർമലി കിട്ടും. പിന്നെ വേറെ എന്തൊക്കെ ഡൗട്ട് ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കാട്ടോ. എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അല്ലാതെ ഡൗട്ട് ചോദിക്കാതിരിക്കാൻ നിങ്ങൾ ആരും ജഡ്ജൊന്നും ചെയ്യത്തില്ല. കാരണം എസ്പെഷ്യലി ഞാൻ ഒരിക്കലും നിങ്ങളെ എന്താ പറയാ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. സോ എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. നിങ്ങളുടെ സെയിം ഡൗട്ട് തന്നെയായിരിക്കും ഒരാൾക്ക് കിട്ടുന്ന ഡൗട്ട് തന്നെയായിരിക്കും മറ്റൊരാൾക്കും ഉള്ളത്. സോ ഏത് ഡൗട്ട് വേണോ ചോദിക്കാം. കമൽരാജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗ ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്. സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയോ, നെറ്റ്വർക്കിംഗ് പഠിക്കുക. ഏറ്റവും ബേസിക് നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്ക് 2 കമ്പ്യൂട്ടർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ്, ഇപ്പം ചോദിച്ച ആളുടെ വീട്ടിൽ 2 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ 2 കമ്പ്യൂട്ടർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെ നമ്മളെ വിൻഡോസിനെ ഹാർഡനിങ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അതിന്റെ ബേസിക് പ്രോട്ടോകോൾസ് എന്തൊക്കെയാ വരിക നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, OS ഇടുക. വിർച്വൽ ബോക്സിനകത്ത് നമുക്കൊരു OS ഇടുക, കാലിനെക്സ് എന്നുള്ള OS ഇടുക. അതിൽ ടൂൾസ് ഓരോന്നോരോന്നായിട്ട് പഠിക്കുക. അതിന്റെ നോട്ട്സ് ഡീറ്റെയിൽ ഒക്കെ എന്താ തരാം. വെബ് ഓഡിറ്റിങ്ങിന്റെ നല്ല നോട്ട്സ് എൻ്റെ ഉണ്ട്. അപ്പൊ അത് ഓഡിറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അപ്പായിട്ട് അവിടെ കയറി വരാൻ പറ്റും. അപ്പം സ്ക്രാച്ച് പഠിക്കാൻ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൈബർ സെക്യൂരിറ്റിയെ സംബന്ധിച്ച് തിയറി കൺസെപ്റ്റ് എന്താ പറയാ, ഞാൻ നോർമലി ക്ലാസ് സെഷൻ എടുക്കുമ്പോഴും 3 മണിക്കൂർ സെഷൻ ആണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ഞാൻ തിയറി എടുക്കത്തുള്ളൂ.
ബാക്കിയുള്ള എല്ലാ ഇതും ഇപ്പൊ കേരള പോലീസിനൊക്കെ ആണെങ്കിലും ATSനാണെങ്കിലും അവർക്ക് തിയറി ക്ലാസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ജസ്റ്റ് കാര്യം പറയും, പിന്നെ പ്രാക്ടിക്കൽ സെഷൻ കൂടുതലുള്ളത്. സോ നമുക്ക് പ്രാക്ടിക്കൽ കൂടുതൽ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ഡൗട്ട് എന്താ? ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല? സാർ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ Yeah, sure. ഡെവലപ്പിംഗ് ഫീൽഡില് AI വന്നുകൊണ്ട് തന്നെ പലവരെയും ജോലി പോകുന്നുള്ളൊരു കൺസേൺ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സൈബർ സെക്യൂരിറ്റി ഫീൽഡിലോട്ട് AI വന്നിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള? നല്ല ചോദ്യമാണ് ആക്ച്വലി. ഇതിന് ആൻസർ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AI വന്നു കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുഹമ്മദ് സിയാദിനെ അപ്പുറത്തിരിക്കുന്ന ഒരാളുടെ സിസ്റ്റം എന്താ പറയാ ഒന്ന് നശിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പലിന്റെ സിസ്റ്റത്തിൽ ഒരു വൈറസിനെ അയക്കണം. ആ വൈറസിനെ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കോഡിങ്ങിൽ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ എത്ര നാളെടുക്കും? ഒരു 2-3 months ഒക്കെ എടുക്കും നല്ലൊരു കോഡൊക്കെ പ്രാക്ടീസ് ചെയ്തെടുക്കാൻ. പക്ഷെ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇന്ന് ആ കോഡ് കിട്ടും. എങ്ങനെയാ കിട്ടുക? നമ്മുടെ GPT എടുത്ത് ചോദിച്ചാൽ മതി. വൈഡ്രാബിറ്റ് നിയോയോ പെൻടെസ്റ്റ് GPT എടുത്ത് ചോദിച്ചാൽ അവർ കോഡ് തരും. അതിനെക്കൂട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. .sh ഫയലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാഷ് ഫയലായിട്ടോ ഏതെങ്കിലും ഷെൽ ഫയലായിട്ടോ നമുക്ക് ഇത് ചെയ്തുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിലോട്ട് റൺ ആവും. അതിന് വേണമെങ്കിൽ പൊളിപ്പിച്ച് വെക്കാം. ഏതെങ്കിലും മീഡിയ പ്ലെയറിനകത്ത് അതും ഡീറ്റെയിൽ ചോദിച്ചാൽ ചാറ്റ് GPT നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. സോ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? നമ്മളെ ജോലി ഇരട്ടിയായിട്ട് കൂടി. കാരണം ചാറ്റ് GPT വന്നത് കൊണ്ടാണ് 2024 അറ്റാക്ക് ഞാൻ കാണിച്ചിട്ട് 16,000 കോടി രൂപയുടെ അറ്റാക്ക് ഇത്ര ഈസി ആയിട്ട് നടക്കാൻ പറ്റിയത്. കാരണം ഇന്ന് പലർക്കും ചാറ്റ് GPT പോലുള്ള തിങ്സിന്റെ യൂസ്നെസ് എടുത്തിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ സ്ക്രിപ്റ്റ് ബഡീസ് എന്ന് പറയും, കൊച്ചു കുട്ടികൾ. ആ MVD അറ്റാക്ക് ചെയ്തില്ല, 16 വയസ്സ്. പക്ഷെ അവനെ പിടിക്കാൻ എത്ര നാളെടുത്തു എന്നറിയോ? 3 മാസത്തോളം എടുത്തിട്ടാണ് കേരള പോലീസ് ആ പയ്യനെ പിടിച്ചത്. സോ അവൻ ബേസിക് ആയിട്ടുള്ള സൈബർ സെക്യൂരിറ്റി ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ഒക്കെ ചെയ്തു വെച്ചിരുന്നു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ജോലി ഭയങ്കരമായിട്ട് കൂടുക ചെയ്യുന്നത്. കാരണം ആൾക്കാരെ പിടിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു ഡാർക്ക് വെബ്, ഡീപ് വെബ്, മെറിയാന വെബ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് പോലീസിന്റെ ജോലി കൂടുകയാണ്, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിന്റെ ജോലി കൂടുകയാണ്. ഫോർ എക്സാമ്പിൾ ഓട്ടോമേഷൻ എന്നുള്ള ഫീൽഡ് പല ഏരിയയിലും നമുക്ക് നടക്കുന്നില്ല. കാരണം നെറ്റ്വർക്കിങ്ങിലൊക്കെ നമുക്ക് ഇങ്ങനെ ഓട്ടോമേഷൻ പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ചെന്ന് മാക് ബൈൻഡ് ഒക്കെ ചെയ്യേണ്ടി വരും, വൈഫൈ പെൻടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ആക്ച്വലി കൂടുക ചെയ്യുന്നത്. കുറച്ചുകൂടി കാലിബറുള്ള ആൾക്കാർ ഈ ഫീൽഡിലോട്ട് വരേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മുടെ സെർട്ട് ഒരു റൂൾ ഇറക്കിയത്. എല്ലാ ഓർഗനൈസേഷനും IT ഇൻഫ്രാ ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നുള്ള റൂൾ കൊണ്ടുവന്നത് അതുകൊണ്ടാണ്. അപ്പോഴെന്താ സംഭവിച്ചതെന്ന് അറിയോ? എല്ലാ ഓർഗനൈസേഷനിലും ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഓർഗനൈസേഷനിലൊക്കെ നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ അവൈലബിലിറ്റി ഇല്ല. സോ അതുകൊണ്ട് തന്നെ പല ആൾക്കാരെയും നമ്മൾ വെളിയിൽ നിന്ന് ഹയർ ചെയ്യും. മറ്റു പല ഓർഗനൈസേഷൻ ഇപ്പം ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമുക്ക് വന്ന് കിടപ്പുണ്ട്. ചെയ്യാനുള്ള സമയം നമുക്ക് അവൈലബിൾ അല്ല. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ വെളിയിൽ നിന്ന് ഹയർ ചെയ്യുന്നുണ്ട്, വെളിയിലുള്ള ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെളിയിൽ നിന്ന് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടുതൽ ആൾക്കാരെ അവർ എടുക്കും. സോ നമുക്ക് എന്താ പറയാ, കൂടുതൽ ആൾക്കാരെ ജോബിന് വേണ്ടിയിട്ട് ഹയർ ചെയ്യും, മറ്റും നോർമലി ചെയ്യും. അപ്പൊ വേക്കൻസി ആക്ച്വലി കൂടിയിട്ടേ ഉള്ളൂ. ഈ വന്ന ശേഷം സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ ഡെഫിനറ്റ്ലി വേക്കൻസി കൂടിയിട്ടേ ഉള്ളൂ. ഇനി ഡൗട്ട് ക്ലാരിഫൈ ആയോ? ഡീപ്പായിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ സെൽ ഓഫ് ഹ്യൂമൻ ബീയിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈബർ സെക്യൂരിറ്റിയിൽ പുള്ളിക്ക് ഡീപ്പായിട്ടുള്ള നോളജിലായിട്ട് ഡസന്റ് മാറ്റർ. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത്. KDSK ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി എടുത്ത് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദി ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസ് നോളജ് മാത്രമാണ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യം ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഒരു വിത്തൗട്ട് എനി കോസ്റ്റ് എന്താ പറയാ, മാക്സിമം എന്താ പറയാ, നമുക്ക് 2, 3, 4 സെക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നോളജ് ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തു തരാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാരുണ്ടോ? ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന എത്ര പേരാ ഉള്ളത്? നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ കേരള സ്റ്റേറ്റ് IT മിഷന്റെ സെർട്ടിന്റെ ഇതിൽ ഇന്റേൺഷിപ്പ് ഫ്രീ ആയിട്ട് ചെയ്യാം. ഒരു പൈസയും ആവത്തില്ല. 1-2 മാസം. ഇപ്പം UAE എന്നൊക്കെ വന്ന ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. UAE കോളേജുകളിൽ നിന്നൊക്കെ വന്ന് സെർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വന്ന് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ, അവിടെ കുറച്ച് വർക്ക് ലോഡ് കൂടുതലാണ്, പക്ഷെ നിങ്ങൾക്ക് അവിടെ ഈസിലി വന്ന് ചെയ്യാൻ പറ്റും, ഇന്റേൺഷിപ്പ് ചെയ്യാം. സോ കേരള സ്റ്റേറ്റ് IT മിഷനിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ഡെമോയും ലൈവ് ഡീറ്റെയിലും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഇനി ഏത് ഡൗട്ട്? സെക്യൂരിറ്റി റിസർച്ച് എന്നൊരു ജോബ് റോളിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താ പറയുക, ഒന്നും കൂടെ ചോദിക്കാവോ? സെക്യൂരിറ്റി റിസർച്ചർ. ഈ സെക്യൂരിറ്റി റിസർച്ചർ എന്ന് പറഞ്ഞ പോസ്റ്റ് തന്നെ പിന്നെയും കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ത്രെട്ട് അനലിസ്റ്റ് ഉണ്ട്, മാൽവെയർ റിസർച്ചർ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു അംബ്രല്ല ടേം മാത്രമാണ്.
നമുക്ക് സെക്യൂരിറ്റി റിസർച്ചർ എന്ന് പറയുന്ന ടേമിനകത്ത് കുറെ തിങ്സ് വരുന്നുണ്ട്. കാരണം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റി പ്രോബ്ലം ക്വസ്റ്റൻസ് വരുന്നത്, മാൽവെയർ വെച്ചിട്ടായിരിക്കും. മാൽവെയർ അനലിസ്റ്റ്, മാൽവെയർ റിസർച്ച് ഉണ്ട്, റിസർച്ച് എന്താ പറയുക ത്രെഡ് ഹണ്ടർ റിസർച്ചർ ഉണ്ട്. അതായത് ഏതൊക്കെ ത്രെഡാണ് വരാൻ പോകുന്നത് എന്നുള്ള കൺസെപ്റ്റ്. ഹാർഡ്വെയർ ത്രെഡ് ഹണ്ടർ റിസർച്ചർ ഉണ്ട്. ഇപ്പൊ നമുക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു അറ്റാക്കാണ് എന്താ പറയാ FIPR0 വഴിയുള്ള ഡിവൈസ് വന്നിട്ടുള്ളത്. സോ അത്തരം ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ബേസിക്കലി ഈ ഒരു റിസർച്ചർ സ്കോപ്പ് മെയിൻലി വരുന്നത് ഒരു PhD ലെവലിലൊക്കെയാണ് മെയിൻലി ഈ ജോബിന്റെ ഏരിയ ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ സെക്യൂരിറ്റി അനലിസ്റ്റ് എന്നുള്ളൊരു പോസ്റ്റ് വരാറുണ്ട്. പക്ഷെ നമ്മൾ പ്യൂറായിട്ട് തിയറിയിലോട്ട് പോവാതെ കുറച്ച് പ്രാക്ടിക്കൽ നോളജ് കൂടെ ഗെയിൻ ചെയ്ത ശേഷം മാത്രം ഇതിലോട്ട് വരിക. ഞാനിപ്പം PhD നൂറുൽ ഇസ്ലാമിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റി ആയിട്ട് ഇടയ്ക്ക് പോവാറുണ്ട്. സോ അവിടെ ചിലപ്പോഴും കാണുന്ന കാര്യം PhDക്കുള്ള ആൾക്കാരാണ് ഇപ്പൊ തോന്നിട്ടുള്ള പേരുള്ളത്. നമുക്ക് തിയറി പാർട്ട് അറിയാം, പ്രാക്ടിക്കൽ നോളജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ നമുക്ക് പ്രാക്ടിക്കൽ നോളജ് കൂടെ ഗെയിൻ ചെയ്യണം. സോ സൈബർ സെക്യൂരിറ്റി റിസർച്ച് എന്ന് പറയുന്ന പോസ്റ്റ് നല്ലതാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പ്രാക്ടിക്കൽ നോളജ് കൂടെ ഉണ്ടാക്കിയ ശേഷം മാത്രം ആ ഒരു ഏരിയയിലോട്ട് പോവുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് 2-3 വർഷം ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അല്ലെങ്കിൽ പെൻഡസ്റ്റർ ആയിട്ട് പോയ ശേഷം ഈ റിസർച്ച് പോസ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഡൗട്ട് ക്ലാരിഫൈ ആയോ? ഓക്കെ മനസ്സിലായി. ക്ലിയർ ആയി. ഇനി വേറെ എന്ത് ഡൗട്ടാ ഉള്ളേ? ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സെഷൻ എടുത്തത്. എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം സൈബർ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട്. എന്നും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആരെങ്കിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാനൊന്നും വിളിക്കരുത്. സോ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ കേപ്പബിൾ ആക്കി തരാം. സാറേ ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. ഈ ഒഫൻസീവ് സെക്യൂരിറ്റിയില് ഇനി വരും കാലത്തോട്ട് ഏത് ഡൊമൈനിലാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്? ഒഫൻസീവ് സെക്യൂരിറ്റി തന്നെ വെബിന്റെ API ഉണ്ട്, പിന്നെ ക്ലൗഡ് ഉണ്ട്. ആക്ച്വലി ഏറ്റവും നല്ല ചോദ്യം ചോദിച്ചത് എന്നാന്നറിയാം. ഇപ്പൊ ഞാൻ ഓഡിറ്റിങ്ങിനെ പറ്റി കുറെ പേരുകൾ പറഞ്ഞു. വെബ് ഓഡിറ്റിംഗ്, API ഓഡിറ്റിംഗ് പറഞ്ഞു, കുറെ ഓഡിറ്റിംഗ് പറഞ്ഞു. ആക്ച്വലി എന്താ സംഭവം എന്നറിയോ, നമ്മൾ ഇപ്പോഴും വെബ് ഓഡിറ്റിംഗിലൊക്കെ വെബ് ഓഡിറ്റിംഗിന് എത്ര കാലഘട്ടം നിലനിൽക്കാൻ പറ്റുമെന്ന് അറിയോ? എന്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ, എന്റെ നോളജ് കറക്റ്റ് ആണെങ്കിൽ 4 വർഷം അല്ലെങ്കിൽ 5 വർഷം അതുവരെ വെബ് ഓഡിറ്റിംഗ് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ വെബ് ഓഡിറ്റിംഗിന്റെ കാലഘട്ടം തീരും. കാരണം ആര് വരുന്നുണ്ട് അവിടെ? ഡെവസോകോപ്സ് വരുന്നുണ്ട് അല്ലേ? ഡെവസോകോപ്സ് വരുന്നതോട് കൂടി ഈ ഏരിയ കംപ്ലീറ്റ് എടുക്കും. കാരണം ഡെവലപ്മെന്റ് സെക്യൂരിറ്റി ഓപ്പറേഷനും അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെവസോകോപ്സ് വഴി വന്ന ഒരു പ്രോഡക്റ്റിനെ പിന്നെ നമ്മൾ സെക്യൂരിറ്റി ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് മിനറൽ വാട്ടർ കിട്ടുന്നുണ്ട്. മിനറൽ വാട്ടർ നമ്മൾ കുടിക്കുന്നത് എന്തുകൊണ്ടാണ്? വെളിയിൽ നിന്നുള്ള വെള്ളം കുടിക്കാതെ മിനറൽ വാട്ടർ കുടിക്കുന്നത് കാരണം അത് ഓൾറെഡി സെക്യൂർ ആണെന്ന് നമുക്കറിയാം. പിന്നെ അതിന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ. പൈപ്പിൽ നിന്നെടുത്ത വെള്ളമാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? സോ വെബ് ഓഡിറ്റിംഗിന്റെ കാലഘട്ടം ഒരു 3-4 വർഷം കൊണ്ട് കഴിയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോർമലി എന്ത് ചെയ്യും, ഡെവസോകോപ്സിലോട്ട് വരാം. ഡെവസോകോപ്സിലാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം പഠിക്കണം. അത് അവിടെ പൈപ്പ് ലൈൻസ് ഉണ്ട്. പൈപ്പ് ലൈൻസിനകത്ത് SCR ഉണ്ട്, സോഴ്സ് കോഡ് റിവ്യൂ ഉണ്ട്. സോഴ്സ് കോഡ് റിവ്യൂ ഒക്കെ നന്നായിട്ട് പഠിക്കണം. പ്രൊമിത്യൂസ് പഠിക്കണം, ജെങ്കിൻസ് പഠിക്കണം. അങ്ങനെയുള്ള കുറെ തിങ്സ് അവിടെയും പഠിക്കേണ്ടി വരും. സോ വെബ് ഓഡിറ്റിംഗ് നിങ്ങൾ ഇപ്പം പഠിക്കുക. ഒപ്പം തന്നെ എന്താ പറയുക, ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ് കുറച്ചൊരു ഓട്ടോമേഷനിലോട്ട് കാര്യങ്ങൾ വരും. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ്. കാരണം നേരത്തെ ഒരാൾ ചോദിച്ച ഒരു കാര്യമുണ്ട്, AI വരുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഡെവസോകോപ്സ് പോലുള്ള തിങ്സ് അവിടെ വരും. ഡെവസോകോപ്സ് വരുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇതിന്റെയൊക്കെ ഒരു നോർമൽ ഓഡിറ്റിംഗിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് വളരെ കുറയും. പക്ഷേ എന്റെ ഡൗട്ട് ക്ലിയർ ആയോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? പറഞ്ഞു മോനെ, ചോദിച്ചോ. ഈ ഒഫൻസീവ് സെക്യൂരിറ്റിയിൽ ഒറ്റ ഡൊമൈൻ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകണമാണോ അതോ മൾട്ടിപ്പിൾ ഡൊമൈൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് ബെറ്റർ? ആക്ച്വലി മൾട്ടിപ്പിൾ ഡൊമൈൻ നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്താണെന്നറിയോ, കാരണം നിങ്ങൾക്ക് ഒറ്റ ഡൊമൈനിൽ മാത്രം ബ്രീഫ് നോളജ് നേടാൻ നിങ്ങൾക്ക് ആ ഏരിയ മാത്രം നിങ്ങൾ സ്കോപ്പ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വെബ് ഓഡിറ്റിംഗ് പഠിക്കുകയാണ്. ഇപ്പൊ വെബ് ഓഡിറ്റിംഗ് പഠിക്കുന്ന ആൾ വെബ് ഓഡിറ്റിംഗ് മാത്രമല്ല പഠിക്കേണ്ട, IT ഇൻഫ്രാ ഓഡിറ്റിംഗ് പഠിക്കണം, വോട്ടിംഗ് ഏരിയ എല്ലാം പഠിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും അല്ലാതെ JTR കോഡായിരിക്കും ചോദിക്കുന്നത്. കാരണം വെബ് ഓഡിറ്റിംഗിന് നന്നായി പഠിച്ചിട്ട് പോയ ഒരു സ്റ്റുഡന്റ് എനിക്കറിയാം, ഇൻഫോസിലാ പുള്ളി പോയത്. അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ജോൺ ദ റിപ്പർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ജോൺ ദ റിപ്പർ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി ഉപയോഗിക്കുന്ന ടൂളാണ് ജോൺ ദ റിപ്പർ.
അത് ആ ടൂളിൽ ഉപയോഗിക്കുന്ന അറ്റാക്സിന്റെ മോഡ്സ് പറയാൻ പറഞ്ഞു. പുള്ളി നന്നായിട്ട് വെബ് ഓഡിറ്റിംഗ് പാസ്വേഡ് കണ്ടുപിടിക്കാൻ അറിയാന്നുള്ള ആളാണ്. പുള്ളിക്ക് അത് പറയാൻ പറ്റിയില്ല. അതോടെ പുള്ളിയുടെ കോൺഫിഡൻസും പോയി. സോ നമ്മൾ ആദ്യം മൾട്ടിപ്പിൾ ഡൊമൈനിൽ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും നോക്കി വെക്കുക. ഏതെങ്കിലും ഒരു ഏരിയയിൽ നല്ല ഡീപ്പായിട്ട് പഠിക്കുക. പക്ഷെ മൾട്ടിപ്പിൾ ഡൊമൈനിലുള്ള കാര്യങ്ങളെല്ലാം ബേസ് കുറച്ചുകൂടി എന്താ പറയുക ഇന്ന സൈഡിൽ കൂടെ നോക്കി വെക്കുക. അതായത് വെബ് ഓഡിറ്റിംഗ് പഠിക്കുന്ന ആൾ എന്ത് ചെയ്യണം? IT ഇൻഫ്രാ ഓഡിറ്റിംഗ് പഠിച്ചിരിക്കണം. ആ പഠിച്ചിരിക്കുന്ന ആൾക്ക് ഡെവസോകോപ്സിനെ പറ്റിയുള്ള ബേസിക് നോളജും കുറച്ച് വേണം. അറ്റ്ലീസ്റ്റ് ആ ടൂൾസിനെ പറ്റിയെങ്കിലും CI/CD പൈപ്പ് ലൈൻ എന്താണെന്നൊക്കെ ഉള്ള നോളജും നെറ്റ്വർക്കിംഗ് എന്താണെന്നൊക്കെ ഉള്ള ബേസിക് നോളജും വേണം. സോ മൾട്ടിപ്പിൾ ഡൊമൈൻ ആയിരിക്കും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒഫൻസീവ് സെക്യൂരിറ്റി തന്നെ പുള്ളി പറഞ്ഞ ഒഫൻസീവ് സെക്യൂരിറ്റി മാത്രമാണ്. പുള്ളി ഒഫൻസീവ് സെക്യൂരിറ്റിയും ഡിഫൻസ് സെക്യൂരിറ്റിയും കൂടെ ചേർത്ത് സോക്കും കൂടെ ചേർത്തല്ല പറയുന്നത്. കാരണം രണ്ടും കൂടെ പഠിക്കാനാണെങ്കിൽ ശരിക്കും പഠിക്കാനുണ്ട്. സോ അത് നോക്കണ്ട, ഏതെങ്കിലും ഒരു ഏരിയ മതി. ഒഫൻസീവ് സെക്യൂരിറ്റി തന്നെ കുറെ തിങ്സ് ഓൾറെഡി പഠിക്കാൻ. ഇപ്പോൾ OSINT ഉണ്ട്, ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. നല്ല ഏരിയ ആണത്. ശരിക്കും സാലറി കിട്ടുന്ന ഏരിയ ആണ്. കേരള പോലീസൊക്കെ നല്ല സാലറി കൊടുക്കുന്നുണ്ട്. കേരള പോലീസൊക്കെ ആ രീതിയിൽ OSINT എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. പല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. മാൽവെയർ അനാലിസിസ് ഒക്കെ പോസ്റ്റുകളുണ്ട്. സോ ഓഫ്സെറ്റിൽ തന്നെ ശരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി ഉണ്ട്. അപ്പം ആ ഒരു ഓഫ്സെറ്റിൽ തന്നെ നിങ്ങൾ കൂടുതൽ നോക്കുക. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒഫൻസീവ് സെക്യൂരിറ്റി ആണ് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോമിലാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. സോക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഇപ്പുറത്തിരിക്കുന്ന ഡിഫൻസീവ് ഏരിയ ആണ്. സിയാൻ കഴിഞ്ഞോ? ആ ഡൗട്ട് ഓക്കെ ആണോ? ഉപചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞോ, 2, 3, 4 ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞോ, നോൺ ഗോയിങ് ടു ജഡ്ജ് യു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ആക്ച്വലി നമ്പർ നമ്മുടെ കീർത്തി ഉണ്ടല്ലോ, നമ്മുടെ ഹോസ്റ്റ് ആക്ച്വലി നമ്പർ തരും. ആ നമ്പറിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിൽ നമുക്ക് ചോദിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. കോൾ എടുത്തില്ലെങ്കിൽ ഞാൻ മോസ്റ്റ് പ്രോബ്ലി ഞാൻ തിരിച്ച് വിളിച്ചോളാം കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ വൈകിട്ടൊക്കെ ഞാൻ തിരിച്ച് വിളിച്ചോളാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ വേറെ ഡൗട്ട് ഇല്ലാന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സനൂപ് കേസ് ഇനി ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു. സനൂപ് മൈക്ക് ഒന്ന് ഓൺ ചെയ്യാവോ? ഹലോ. ഇപ്പം പഠിക്കുകയാണോ ചെയ്യണേ? ഞാനിപ്പോ ഒരു സൈബർ സെക്യൂരിറ്റിയുടെ ഒരു PG ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുവായിരുന്നു. ഓക്കെ. അല്ലാതെ ഇപ്പൊ കോളേജിലാണോ? കോളേജ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഓക്കെ, കണ്ണൂർ. ദെൻ യു ക്യാൻ ആക്ച്വലി നമുക്ക് IT മിഷൻ, കേരള സ്റ്റേറ്റ് IT മിഷനിൽ വന്നിട്ട് ഇത് ചെയ്യാം. കോളേജിൽ നിന്ന് ലെറ്റർ ചിലപ്പോൾ വേണ്ടി വരും. IT മിഷനിലോട്ട് സർട്ടൻ ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട് 1 മാസം 2 മാസം 3 മാസം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടൈമിംഗ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ എന്റെ വേറെ ടീംസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വി വിൽ ട്രെയിനിങ് എല്ലാ ഫീൽഡും എല്ലാ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? കേരള സ്റ്റേറ്റ് IT മിഷൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. കേരള സ്റ്റേറ്റ് IT മിഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽ നമ്പറിങ് കിട്ടും. അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് മെയിൽ ചെയ്യാം. മെയിൽ ചെയ്തിട്ട് നമുക്ക് സെറ്റിലോട്ട് ഇത് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങും. സെറ്റിന്റെ മെയിൽ ഞാൻ തരാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിലും അയച്ച് ആ ലെറ്ററും കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് അയക്കേണ്ടി വരും. കോളേജിൽ നിന്നുള്ള 1, 2, 4 പേർക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ വന്ന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഒരു പൈസ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് ട്രെയിൻ ചെയ്തിട്ട് മീൻസ് ട്രെയിനിങ് എടുത്തിട്ട് പോകാൻ പറ്റും. കാരണം വെളിയിൽ ഇപ്പോൾ ഈ കോഴ്സ് വളരെ എമൗണ്ട് കൊടുത്ത് പഠിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത്. കാരണം ഇവിടുന്ന് ഇന്റേൺഷിപ്പ് എടുത്ത പല കുട്ടികൾക്കും ജോബ് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിലി ജോബ് കിട്ടും. കാരണം നിങ്ങൾക്ക് ലൈവായിട്ടാണ് എല്ലാ ഡെമോൺസ്ട്രേഷൻ ചെയ്തു തരുന്നത്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇവിടെ വരാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ആ രീതിയിൽ ഞാൻ ചെയ്തു തരുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു. പിന്നെ ദൂരമുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് സെഷൻസ് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് KDISCന്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഒരിക്കൽ നമ്മുടെ ഹെഡ് വൃന്ദ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ട്രെയിനിങ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3 മാസം നിൽക്കുന്ന ട്രെയിനിങ്, ബേസ് ആയിട്ടുള്ള ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അഡ്വാൻസ്ഡും ഏറ്റവും ഡീപ്പ് ലെവലുള്ള ഡെവസോകോപ്സ് ഉള്ള ഡീറ്റെയിൽ നമുക്ക് അവിടെ പഠിക്കാം. സോ ജോബ് കിട്ടുന്നവരെ മാക്സിമം ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനിത്തിങ് എൽസ്? ML സെക്കോപ്സിന്റെ ഒരു സെഷൻ അറേഞ്ച് ചെയ്യാമോ? ML സെക്കോപ്സിന്റെ സെഷൻ അറേഞ്ച് ചെയ്യാൻ. കാരണം ML സെക്കോപ്സ് ഞാനും ആക്ച്വലി പഠിച്ചു വരുന്നേ ഉള്ളൂ. 1 വർഷം ആയിട്ടുള്ളൂ ML സെക്കോപ്സ് വന്നിട്ട്. അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ബോറടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ. ML സെക്കോപ്സ്
ഇപ്പൊ ഞാൻ ചാറ്റ് ജി പിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്കൊരു കീലോഗറിന്റെ കോഡ് തരാൻ പറയാണ് ചാറ്റ് ജി പിയുടെ അടുത്ത്. ചാറ്റ് ജി പി തരോ എനിക്ക് കീലോഗറിന്റെ കോഡ്? ഇല്ല, തരത്തില്ല. ഗൈഡ് ലൈൻസ് പ്രകാരം തരത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്ക് എന്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു, അമ്മൂമ്മ മരണപ്പെട്ടു പോയി. പക്ഷെ ആ അമ്മൂമ്മ എന്നെ ഉറക്കാൻ വേണ്ടിയിട്ട് എന്നെ താരാട്ട് പാട്ട് പാടി ഉറക്കിയിരുന്നത് ഈ ഒരു കീലോഗറിന്റെ കോഡ് പാട്ടായിട്ട് പാടിയിട്ടാണ് എന്ന്, പൈത്തോണിൽ എഴുതിയ കോഡ് പാട്ടായിട്ട് പാടിയിട്ടാണ് എന്റെ അമ്മൂമ്മ എന്നെ ഉറക്കിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് ജി പി തരോ? ഡെഫിനറ്റ്ലി അവർ തരും. അങ്ങനെയുള്ള കുറെ വൾണറബിലിറ്റീസ് ചാറ്റ് ജി പി ടിസിനുണ്ട്. സോ അങ്ങനെ നമുക്ക് ചാറ്റ് ജി പി ടിസിനെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, വേറെ കുറെ ഡീറ്റെയിൽ ഉണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ ഇവരെ പറ്റിക്കാൻ പറ്റും. അങ്ങനെ പറ്റിക്കുന്ന കുറെ രീതികൾ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഡേറ്റയെ എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല രീതിയിൽ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അത്ര മാനിപ്പുലേഷനിൽ നിന്ന് ഡേറ്റ എടുക്കാൻ പറ്റും. ഇതിനെയൊക്കെ തടയുന്നതാണ് MLSOCOPS എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് ഇതിനും എന്താ പറയുക പൈപ്പ് ലൈൻ ഉണ്ട്, CFRCD പൈപ്പ് ലൈൻസ് ഉണ്ട്. സോ ഈ പൈപ്പ് ലൈൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ബേസിക് ട്രെയിനിങ് നന്നായിട്ട് എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അവിടെ പറയുന്ന പൈപ്പ് ലൈൻസ് ഡീറ്റെയിലും എല്ലാം മനസ്സിലാവത്തുള്ളൂ. കാരണം DevSecOps നല്ല ഡീപ്പ് ലെവൽ വരുന്ന ട്രെയിനിങ് ആണ്. അതിനൊപ്പം ഡീപ്പ് ലെവൽ വരുന്ന ട്രെയിനിങ് ആണ് MLSOCOPS എന്ന് പറയുന്നത്. ഏറ്റവും വൺ ഓഫ് ദി അഡ്വാൻസ്ഡ് ഫോമുമാണ്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഡെവോപ്സ് ഒരു സെഷൻ ദേവിശ്രീ ചന്ദ്രൻ ചോദിച്ചിട്ടുണ്ട്. ഡെവോപ്സ് ഒരു സെഷൻ ഉറപ്പായിട്ടും നമുക്ക് ഡെവോപ്സ് ഒരു സെഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് തിയറി സെഷൻ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. പ്രാക്ടിക്കൽ സെഷൻ ആണെങ്കിൽ നമുക്ക് കുറെ ടൈം എടുക്കും. നിങ്ങളുടെ കയ്യിൽ സിസ്റ്റം വേണം. അത് ഓൺലൈനെക്കാട്ടി ഞാൻ ഓഫ്ലൈൻ ആയിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഓഫ്ലൈൻ സെഷൻ നോക്കാം. ഡിസ്ക് അതിനുള്ള സാഹചര്യം തരുമെന്നുണ്ടെങ്കിൽ. അതല്ല, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ സെഷൻ ഇതേപോലെ നൈറ്റ് നമുക്ക് നോക്കാം. പക്ഷെ എപ്പോഴും നോക്കുക, DevSecOps പോലെ സെഷൻ ചെയ്യുമ്പോൾ 2 മണിക്കൂർ എന്ന് പറയുന്ന സെഷൻ ചിലപ്പോൾ 3-4 മണിക്കൂറായി പോകും. അങ്ങനെയാണത് നോർമലി വരും. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും ഒരേപോലെ ഔട്ട്പുട്ട് ഒരേ ടൈമിൽ കിട്ടണമെന്നില്ല. ടൈം കൺസ്യൂമിങ് ആണ്. സോ അതനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നമുക്ക് DevOps ചെയ്യാം കേട്ടോ, DevSecOps ചെയ്യാം. ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് KSIT വന്നാൽ മീറ്റ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണോ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ജോബ് കിട്ടുന്നവരെ ഞാൻ ഉണ്ടാവും കേട്ടോ. കഴിഞ്ഞ ബാച്ചിലും ഉണ്ടായിരുന്ന 3-4 പൈമാർ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അതിൽ 4 പേര് പ്ലേസ് ആയി. സോ ഇതേപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് ടു ഹെൽപ്പ് യു ഗൈസ്. നമ്പർ ട്രിവാൻഡ്രമാണ് കേരള സ്റ്റേറ്റ് IT മിഷൻ എന്ന് പറയുന്നത്. പട്ടത്താണ് നമ്മുടെ ലൊക്കേഷൻ വരിക, ഓഫീസ് വരിക. സെറ്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. സോ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി വരാൻ പറ്റില്ല. അല്ലെങ്കിൽ കോളേജിന്റെ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാം, ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വരാം. അല്ലെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് KDISCO ബന്ധപ്പെട്ട് 2-3 ദിവസം ട്രെയിനിങ് നമുക്ക് നോർമലി അറേഞ്ച് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്. കീർത്തി, നമുക്ക് അങ്ങനെ ഒന്ന് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്താലോ? 1 or 2 days ട്രെയിനിങ് എല്ലാ കുട്ടികളും കൂടെ വെച്ചിട്ടേ. നമുക്ക് സ്റ്റുഡൻസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം സർ. ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം. അതെ, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്കൂടെ ഒരു 2-3 days ബേസ് ട്രെയിനിങ് കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാം. സോ നമുക്ക് ഏതെങ്കിലും നോർമലി ഇങ്ങനെ കാര്യമായിട്ട് സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് DUK ചോദിക്കാം സ്പേസിങ്ങിന് വേണ്ടിയിട്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതി അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിവൺ? ഇല്ലാന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. So before wind thank up, you Kirti for your hosting. thank you sir. ലേണേഴ്സ്, ഞാനൊരു ഫീഡ്ബാക്ക് ഫോം നമ്മുടെ ചാറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊന്ന് ഫില്ല് ചെയ്യണേ എക്സിറ്റ് ആവുന്നതിന് മുന്നേ എല്ലാവരും. So thank you Rasik sir for that enlightening and informative session. So on behalf of Kerala KDISC and all participants, we extend our sincere thanks to Rasik sir for taking the time to be with us and sharing such valuable insights. Thank you sir. Thank you everyone. Have a nice day. Bye bye. Take care.